Good morning, all of you. Today we are discussing about the Islamic law of contract. In the past class, we have just covered the two modules, and now we are entering to the third module. Okay. As we know, this class is based on the syllabus of BCom with Islamic Finance in the subject Islamic Commercial Law. Now we are entering to the third module, Islamic Law of Contract. The Islamic Law of Contract has detailed provision to ensure viable business transaction between the companies. Islam only prohibits earnings through usury or interest in business as clearly mentioned in the Quran. That means the Islamic law has different provisions. That means it explains different laws and different things, how we can do the business. നമ്മൾ എങ്ങനെയാണ് ഒരു ബിസിനസ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് ഇസ്ലാമിക് ലോയിൽ പറയുന്നുണ്ട്. അതായത് ശരിയ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. Islam only prohibits earning through usury or interest in business. That is already clearly mentioned in the Quran. അതായത് ബിസിനസ് ചെയ്യണ്ട എന്നോ പണമിടപാട് നടത്തണ്ട എന്നൊന്നും ഇസ്ലാമിൽ പറയുന്നില്ല. ഇസ്ലാമിക് ലോ പറയുന്നത് യൂഷ്വറി അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്, പലിശ ഉൾപ്പെട്ടുകൊണ്ടുള്ള ബിസിനസ് പ്രവർത്തനങ്ങൾ മാത്രമാണ് പ്രൊഹിബിറ്റ് ചെയ്തത്. പലിശ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് സമ്പാദിക്കുകയാണെങ്കിലും അത് ശരിയ നിയമത്തിന് വിരുദ്ധമാണ്, ഇസ്ലാമിക് ലോക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് പലിശ അല്ലെങ്കിൽ ഈ പറയുന്ന റിബ, യൂഷ്വറി ഉൾപ്പെടാത്ത തരത്തിലുള്ള ഏത് ബിസിനസ് പ്രവർത്തനങ്ങൾക്കും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സമ്പാദ്യത്തിനും നമുക്ക് പെർമിഷൻ തന്നിട്ടുണ്ട്. അതായത് സെക്കൻഡ് മോഡ്യൂളിൽ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, ഏത് തരത്തിലുള്ള ബിസിനസ് ഒക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് സെക്കൻഡ് മോഡ്യൂൾ കവർ ചെയ്യും. ഇനി ഇസ്ലാമിക് ലോ ഓഫ് കോൺട്രാക്ടിനെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ്, അള്ളാഹ് ഓർ ഗോഡ് സേസ് ഇൻ ദി ഹോളി ഖുറാൻ, taking interest on loan is prohibited for you, but doing business is permitted for you. നമ്മൾ എടുക്കുന്ന ഇസ്ലാമിക് ലോ നമ്മൾ ഡെവലപ്പ് ചെയ്തതിന്റെ ബേസ് ആയിട്ട് നമ്മൾ എടുത്തത് ഖുർആൻ, സുന്നത്ത്, ഹദീസ് പോലുള്ള സംഗതികളാണ്. അതിൽ ഖുർആനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അള്ളാഹു അല്ലെങ്കിൽ നമ്മുടെ ഗോഡ് നമുക്ക് ലോണിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ബിസിനസ് നമുക്ക് പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പലിശയാണ് അവിടെ പ്രൊഹിബിറ്റ് ചെയ്തത്, എന്നാൽ ബിസിനസ് നമുക്ക് പെർമിഷൻ ഉണ്ട്, ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യുന്നു. Then this verse of the Holy Quran is exhorting the business community not to lend money with a fixed rate of interest. As a matter of fact, it encouraged the rich people to give interest-free loans, that is Qard al-Hasan, to the poor and the needy people to help them solve their daily needs for survival. ഈ മുകളിൽ നമുക്ക് ഈ കാണിച്ചു തന്ന ഖുറാനിൽ പറഞ്ഞ ആ വേഴ്സ് എന്ന് പറഞ്ഞാൽ ടേക്കിംഗ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഈസ് പ്രൊഹിബിറ്റഡ് ഫോർ യു ആൻഡ് ഡൂയിങ് ബിസിനസ് ഈസ് പെർമിറ്റഡ് ഫോർ യു എന്ന് അതനുസരിച്ച് ആ ഒരു ഖുർആനിലെ വാക്കുകൾ അനുസരിച്ച്, വാചകം അനുസരിച്ച് ഖുർആൻ കൃത്യമായിട്ട് പറയുന്നു നമ്മളൊരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് പണം ലോണായിട്ട് കൊടുക്കുന്നത്, മറ്റുള്ളവർക്ക് പണം കൊടുക്കുന്നത്, ഇൻട്രസ്റ്റിന് പണം കൊടുക്കുന്നത് തീർച്ചയായിട്ടും പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കാരണം തന്നെ ഒരുപാട് പണമുള്ള ഒരാൾക്ക് പലിശരഹിത വായ്പ അല്ലെങ്കിൽ മറ്റുള്ളവരെ പലിശ ഇല്ലാതെ സഹായിക്കുന്നതിന്, സാമ്പത്തിക സഹായം നൽകുന്നതിന് മറ്റുള്ളവർക്ക് ഇതൊരു പ്രചോദനമാണ്. എന്നാൽ നമ്മുടെ കയ്യിലുള്ളപ്പോ എൻ്റെ കയ്യിൽ ഒരുപാട് പണം, ഞാനിത് എന്ത് ചെയ്യും എന്ന് ഒരുപാട് പണം നമ്മൾ സൂക്ഷിക്കുന്നതും അത്ര ഒരു നല്ല കാര്യമല്ല. നമുക്ക് എല്ലായ്പ്പോഴും എന്താണ് പലതരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടാനുള്ള തെഫ്റ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള റിസ്കുകളൊക്കെ ഉണ്ട് ഈ പണം കൈവശം വെക്കുമ്പോൾ. ഇത് നമ്മൾ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് അങ്ങനെയുള്ള പ്രയാസം അല്ലെങ്കിൽ ടെൻഷനും ഉണ്ടാവില്ല. എന്നാൽ മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആവശ്യങ്ങൾ നിറവേറുകയും ചെയ്യും, അത് നടക്കുകയും ചെയ്യും. അപ്പൊ ആ ഇൻട്രസ്റ്റ് ഫ്രീ ലോണിന് പറയുന്ന ഒരു പേരാണ്, അറബിക് ടേം ആണ്
ഖർദ് അൽ ഹസൻ എന്നുള്ളത്. ഓക്കെ, ഖർദ് അൽ ഹസൻ. അപ്പോൾ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ, പലിശയില്ലാതെ ലോണ് പാവപ്പെട്ട ആളുകൾക്ക്, സാമ്പത്തികം ആവശ്യമുള്ള ആളാരാണോ ആ ആളുകൾക്ക്, നീഡി പീപ്പിൾ, പാവപ്പെട്ടെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി വളരെ വീക്കാവണം എന്നില്ല, സാമ്പത്തിക സഹായം ആവശ്യമുള്ളവർ. എപ്പോഴാണ് പണത്തിന് ആവശ്യമുള്ളത്, വേറൊരാൾക്ക് ഒരുപാട് പണമുണ്ട്, അയാൾക്ക് അത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇസ്ലാമിക് കൊമേഴ്സ്യൽ ലോ ആണ്. Then this Islamic law covers all aspects of human behavior. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇസ്ലാമിക് കൊമേഴ്സ്യൽ ലോ ആണ്. പക്ഷെ ഇസ്ലാമിക് ലോ എന്ന് പറഞ്ഞാൽ അത് കൊമേഴ്സിനെ മാത്രമല്ല, ഹ്യൂമൻ ബിഹേവിയറിന്റെ, ഒരു മനുഷ്യന്റെ എല്ലാ ഏരിയയും കവർ ചെയ്യുന്ന, ഒരാൾ ജനിച്ചത് മുതൽ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞ് അയാൾ മരണപ്പെട്ടു പോകുന്നത് വരെയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ള, സ്പെസിഫൈ ചെയ്തിട്ടുള്ള നിയമമാണ് ഇസ്ലാമിക് ലോ. ഇറ്റ് ഈസ് മച്ച് വൈഡർ ദാൻ ദി വെസ്റ്റേൺ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ലോ ആൻഡ് ഗവേൺസ് എവറി ഡീറ്റെയിൽ ഇൻക്ലൂഡിംഗ് കൊമേഴ്സ്യൽ ട്രാൻസാക്ഷൻ. അപ്പൊ ഇത് സാധാരണ നമ്മൾ പറയുന്ന ലോ പോലെ, വെസ്റ്റേൺ ലോ പോലെ ഉള്ള ഏതെങ്കിലും ഒരു നിയമം അല്ല, അതിനേക്കാൾ കൂടുതൽ വൈഡ് ആയിട്ടുള്ള ഒരു ലോ ആണ് ഇസ്ലാമിക് ലോ എന്നുള്ളത്. അതിൽ കൊമേഴ്സ്യൽ ട്രാൻസാക്ഷൻസും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ കൊമേഴ്സ്യൽ ട്രാൻസാക്ഷൻ ഒഴിവാക്കിയിട്ടുള്ളത് എന്നല്ല, ഒരുപാട് വൈഡ് ഏരിയയാണ് ഇസ്ലാമിക് ലോ. അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ലോ റിലേറ്റഡ് ടു കൊമേഴ്സ്യൽ ട്രാൻസാക്ഷൻ എന്നുള്ളത്. അപ്പൊ ഇസ്ലാമിക് ലോ കൃത്യമായിട്ട് കൊമേഴ്സ്യൽ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് നിയമം സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. Then the Sharia abandoned and substituted by the Western law. However, as a result of Islamic revival, the possibility of adapting the Sharia to the modern world has been considered recently. ശരിക്കും ഈ ഇസ്ലാമിക് ലോ വന്നപ്പോ, ശരിയ വന്നപ്പോ, വെസ്റ്റേൺ ലോക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് എന്ന് പറഞ്ഞാൽ, അതുവരെ ശരിയ ലോ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വരെ നിലവിലുണ്ടായിരുന്നു. എന്നാൽ അത് മറ്റ് രാജ്യങ്ങളൊന്നും, ഒരു രാജ്യവും ഇത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഓക്കെ, അപ്പൊ എന്നാൽ ഇപ്പോ എല്ലാ രാജ്യങ്ങളിലും കൊമേഴ്സ്യൽ ട്രാൻസാക്ഷൻസ് ഈ ശരിയ ബേസ്ഡ് ട്രാൻസാക്ഷൻ ആയിട്ട് നടത്താൻ മിക്ക രാജ്യങ്ങളും പെർമിഷൻ നൽകുന്നുണ്ട്. ഇസ്ലാമിക് ലോ അനുസരിച്ച് ബിസിനസ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് നടത്താനുള്ള പെർമിഷൻ ഉണ്ട്. അപ്പൊ അത് ഈ പറയുന്ന ഇസ്ലാമിക് റിവൈവലിന്റെ ഒരു കോൺസിക്വൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് റിസൾട്ട് ആയിക്കൊണ്ട് തന്നെ many of the countries are ready to adapt the Sharia to the modern world. Then, anyway, the development of Islamic commercial law. എങ്ങനെയാണ് ഇസ്ലാമിക് കൊമേഴ്സ്യൽ ലോയുടെ ഡെവലപ്മെന്റിനെ കുറിച്ചാണ്. ഇസ്ലാമിക് ലോ ഹാസ് ബീൻ ഡിസ്ക്രൈബ്ഡ് at one point in time as simply a religious law, as opposed to proper normative law. പല ആളുകളും ഇസ്ലാമിക് ലോ എന്ന് പറയുമ്പോൾ ഒരു റിലീജിയസ് ആയിട്ടുള്ള ലോ ആണ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ റിലീജിയൻ മാത്രം ഉള്ളതാണ് എന്ന ഒരു നാരോ മൈൻഡ് പലർക്കും ഉണ്ടായിരുന്നു. എന്നാൽ this false perception negatively affected the pace of the introduction and growth of Islamic finance in some countries, as well as the growth of Islamic commercial and financial industry in general. അപ്പൊ ഇങ്ങനെ ഒരു ഫാൾസ് എന്ന് പറഞ്ഞാൽ, ഇത് ഒരു ഇസ്ലാം മത വിശ്വാസികൾക്ക് മാത്രം ഉള്ളതാണ് ഈ ഇസ്ലാമിക് കൊമേഴ്സ്യൽ ലോ എന്ന ചിന്താഗതി പല രാജ്യത്തെയും വികസനങ്ങളെയും അതുപോലെ ബിസിനസ് ട്രാൻസാക്ഷന്റെയും വളർച്ചയുടെ റേറ്റ് കുറച്ചു, വളരെ ചെറിയത്. എന്നാൽ അവിടെയൊക്കെ ഈ ഇസ്ലാമിക് ലോ ഇംപ്ലിമെന്റ് അല്ലെങ്കിൽ പെർമിറ്റ് ചെയ്തതോടുകൂടി അവിടത്തേക്ക് ഗ്രോത്ത് വളരെ കൂടുതലായിരുന്നു. അതിന് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തത്, ഫ്രാൻസിലെ ഒരുപാട് വൈകിട്ടാണ് ശരിക്കും ഇസ്ലാം ബേസ്ഡ് അല്ലെങ്കിൽ ഇസ്ലാമിക് ലോ ബേസ്ഡ് ട്രാൻസാക്ഷൻ, ഇസ്ലാമിക് കൊമേഴ്സ്യൽ ലോ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ശരിയ ബേസ്ഡ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഫ്രാൻസിൽ വളരെ വൈകിയാണ് വന്നത്. പക്ഷെ വന്ന ശേഷം അവിടുത്തെ ബിസിനസ്സിന് നല്ല വളർച്ചയാണ്, വളർച്ചയുടെ റേറ്റ് വളരെ കൂടുതലാണ് നമുക്കിപ്പോ കാണാൻ കഴിയുന്നത്. The reason for the long delay behind such needed fine-tuning reforms are provided. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് വൈകാനും എന്ന് പറഞ്ഞാൽ ഈ ശരിയ
ലോ പെർമിറ്റ് ചെയ്യാൻ ഒരുപാട് താമസം എടുത്തു. അതിനും പല കാരണങ്ങളുണ്ട്. അത് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സാധാരണ ഒരു നിയമം കോടതിയിൽ നിന്ന് പാസ്സാക്കണ പോലെ ഒറ്റയടിക്ക് നമുക്ക് നടപ്പിലാക്കാൻ പറ്റിയ ഒരു കാര്യം അല്ല. അങ്ങനെ ഒരു കുറച്ച് സമയമെടുക്കും. അതിനുള്ള കാരണം, ഫസ്റ്റ്ലി, the role played by Sharia Advisory Board with Islamic financial institutions on both domestic and international level. Sharia Advisory Board ഉണ്ട് നമുക്ക്. Sharia Advisory Board എന്ന് പറഞ്ഞാൽ ഏതൊരു ഇസ്ലാമിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും പലതരത്തിലുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടത്തേണ്ടി വരും. ആ സമയത്ത് പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാവാം. whether it is permitted or prohibited, whether the transaction is against Sharia or based on Sharia. ഇത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിന് നമ്മളെ അസിസ്റ്റ് ചെയ്യുന്ന സ്കോളേഴ്സ്, എക്സ്പേർട്സിന്റെ ഒരു പാനൽ, അവരാണ് ഷരിയ അഡ്വൈസറി ബോർഡ്. എല്ലാ സ്ഥാപനത്തിനും ഇസ്ലാമിക് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്തുന്ന ഏതൊരു സ്ഥാപനമാണെങ്കിലും അതിനൊക്കെ ഷരിയ അഡ്വൈസറി ബോർഡ് ഉണ്ടായിരിക്കും. അത് ഡൊമസ്റ്റിക് ലെവലിലും ഉണ്ടാവും, ഇന്റർനാഷണൽ ലെവലിലും ഉണ്ടാവും. ഡൊമസ്റ്റിക് മീൻസ് നാഷണൽ ലെവൽ ആൻഡ് ഇന്റർനാഷണൽ ലെവൽ. അപ്പൊ അത് ഫോം ചെയ്യാൻ ഒരുപാട് കുറച്ച് സമയമെടുക്കും. അപ്പൊ ആ സമയം എടുക്കുന്നതോട് തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇത് കൃത്യമായി തീരുമാനിച്ചിട്ട് വേണം, ഡെവലപ്പ് ചെയ്തിട്ട് വേണം, ശരിയ അഡ്വൈസറി ബോർഡ് ഫോം ചെയ്തിട്ട് വേണം നമുക്ക് ഇതിന്റെ ഓരോ നിയമങ്ങളും ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതിനുശേഷം മാത്രമേ ഇംപ്ലിമെന്റേഷൻ സാധിക്കുള്ളൂ. അപ്പൊ അതിന് കുറച്ച് സമയമെടുക്കും. Then secondly, another reason is that the availability of several Islamic schools of thought representing diverse degree of interpretation. ഈ ഷരിയ അഡ്വൈസറി ബോർഡിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത ശേഷം ഓരോ ട്രാൻസാക്ഷനും എങ്ങനെയായിരിക്കണം, വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ്, വാട്ട് ആർ ദി തിയററ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ വ്യൂസ് ഓഫ് ഇസ്ലാമിക് ട്രാൻസാക്ഷൻസ്. So we want to develop several Islamic schools of thoughts. അത് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓരോ ആളുകളും ഏത് ആംഗിളിലാണ് ഇതിനെ നോക്കിക്കാണുന്നത്, അത് നമുക്ക് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, അതിന്റെ പ്രാക്ടിക്കൽ സെൻസ് ഉൾപ്പെടെ നമുക്ക് ഈ ശരിയ അഡ്വൈസറി ബോർഡ് തീരുമാനിച്ചിട്ടാണ് അത് നടപ്പിലാക്കുന്നത്. അപ്പൊ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഡിലേ വന്നിട്ടുണ്ട്. ഈ ഇസ്ലാമിക് അല്ലെങ്കിൽ ഇസ്ലാമിക് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്നുള്ള രൂപത്തിൽ ശരിയ ബേസ്ഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ പല രാജ്യങ്ങളിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ കുറച്ച് ഡിലേ ആവാനുള്ള അല്ലെങ്കിൽ ഡിലേ ആയതിനുള്ള കാരണമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇങ്ങനെയൊക്കെ റിസ്ക് എടുത്തിട്ട് നമ്മൾ ഇസ്ലാമിക് കൊമേഴ്സ്യൽ ലോ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ടോ? What is the significance? What is the relevance of Islamic commercial law today? ഇതാണ് നെക്സ്റ്റ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഒന്ന്, the few people are interested in Islamic commercial law. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇസ്ലാമിക് കൊമേഴ്സ്യൽ ലോ എന്നുള്ള ആ കൺസെപ്റ്റിൽ താല്പര്യം കാണിച്ചിട്ടുള്ളൂ. Then the most striking manifestation of new situation is the growth in Islamic finance and insurance. ഈ കുറച്ച് ആളുകൾ താല്പര്യം കാണിക്കുന്നുള്ളൂ എങ്കിലും ആ താല്പര്യം കാണിച്ച ആളുകൾ നടത്തുന്ന ബിസിനസ് അല്ലെങ്കിൽ അവർ നടത്തുന്ന പ്രവർത്തന കാരണം ഇസ്ലാമിക് ഫിനാൻസിലും അതുപോലെ ഇസ്ലാമിക് ഇൻഷുറൻസും ഒക്കെ ഉണ്ട്. ഇതിലൊക്കെ വളരെ മികച്ച ബെറ്റർ ഗ്രോത്ത് ആണ് നമുക്കിപ്പോ കാണാൻ കഴിയുന്നത്. Then a growth has accelerated as a result of the steady and dramatic rise in oil and gas prices over the last decade. എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭയങ്കര വേരിയേഷൻ ഈ ഓയിൽ ഇൻഡസ്ട്രീസ്, ഗ്യാസ് ഇൻഡസ്ട്രീസിലൊക്കെ പ്രൈസിന്റെ ഹൈക്ക്, ഈ വേരിയേഷൻ വളരെ കൂടുതലായിരുന്നു. എന്നാൽ ഈ ഇസ്ലാമിക് കൊമേഴ്സ്യൽ ലോ പ്രകാരം നമ്മൾ ബിസിനസ് ചെയ്യുന്നതോടുകൂടി ഏതൊക്കെ രാജ്യത്താണോ ശരിയ ബേസ്ഡ് കൊമേഴ്സ്യൽ ട്രാൻസാക്ഷൻ നടക്കുന്നത്, ഇസ്ലാമിക് കൊമേഴ്സ്യൽ ലോ അനുസരിച്ച് ബിസിനസ് ട്രാൻസാക്ഷൻ നടക്കുന്നത്, അവിടെയൊക്കെ ഒരു സ്റ്റഡി ആൻഡ് ഡ്രമാറ്റിക് റൈസ് മാത്രമാണ് നമുക്ക് കാണുന്നത്. ഭയങ്കരമായ വേരിയേഷൻ ഒന്നും എവിടെയും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ശരിക്കും നമ്മുടെ രാജ്യത്തെ ഏത് രാജ്യത്താണോ ഉള്ളത് അതിനൊരു സ്റ്റഡി ഗ്രോത്ത് ഉറപ്പുവരുത്താൻ ആ രാജ്യങ്ങൾക്കൊക്കെ കഴിയുന്നുണ്ട്. Despite the fact that only non-commercial law is Islamized. അപ്പൊ അതിൽ ഏറ്റവും
നമുക്കൊരു പ്രയാസം നിലനിൽക്കുന്നത് എന്താന്ന് വെച്ചാൽ കൊമേഴ്സ്യൽ ലോ ഇസ്ലാമൈസ് ചെയ്തിട്ടില്ല. ഓക്കെ, നോൺ കൊമേഴ്സ്യൽ ലോ ആണ് ഇസ്ലാമൈസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് ഇന്ത്യയിലൊന്നും ഈ കൊമേഴ്സ്യൽ ലോ ഒന്നും ഇസ്ലാമൈസ് ചെയ്തിട്ടില്ല. ഇതിപ്പോഴും ഒരു മതവിഭാഗത്തിന് വേണ്ടി മാത്രം ഉള്ളതാണ് എന്ന ഒരു തെറ്റിദ്ധാരണ നിലനിൽക്കുന്നുണ്ട്. Then it is not possible to achieve a total isolation of commercial law. Okay, it is not possible to achieve a total isolation of commercial law. ഏതെങ്കിലും ഒരു നിയമത്തിന്റെ ബേസിൽ മാത്രം നിന്നുകൊണ്ട് നമുക്കെല്ലാം നേടുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അതിനൊരു എക്സാമ്പിൾ ആണ് പറയുന്നത്. ഇൻ UAE ഫണ്ടമെന്റൽ ലോ ഇസ് ദ സിവിൽ കോഡ്. അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ലോ നമ്മുടെ ഇന്ത്യയിലെ പോലെ തന്നെ സിവിൽ കോഡാണ്. ബേസ്ഡ് ഓൺ ദ ശരിയ. ഓക്കെ, UAE സംബന്ധിച്ചിടത്തോളം ശരിയ ബേസ്ഡ് സിവിൽ കോഡ്. നമ്മുടേതും സിവിൽ കോഡ് ഉണ്ട്, but it is not based on that. That means in India the fundamental law is civil code, but it is not based on Sharia. But in UAE the fundamental law is civil code, but that civil code is based on Sharia. Then the commercial code is a set of variation from and addition to the civil code. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ബിസിനസ് ട്രാൻസാക്ഷൻ ആണെങ്കിലും ബാങ്കിങ് ട്രാൻസാക്ഷൻ ആണെങ്കിലും ഒക്കെ സിവിൽ കോഡിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ്. എന്നാൽ ഇവിടെ പറയുന്ന എക്സാമ്പിൾ UAE കേസാണ്. UAE ഫണ്ടമെന്റൽ ലോ സിവിൽ കോഡാണ്. ദാറ്റ് സിവിൽ കോഡ് ഈസ് ബേസ്ഡ് ഓൺ ശരിയ, ബട്ട് ദ കൊമേഴ്സ്യൽ കോഡ് ഈസ് നോട്ട് 100% ശരിയ. സംതിങ് ഈസ് ആഡഡ് ടു ദി സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ശരിയ എങ്ങനെയാണോ അതിന്റെ 100% ഫോം അല്ല UAE കൊമേഴ്സ്യൽ ട്രാൻസാക്ഷനുകളിൽ ഉള്ളത്. അതിന് കുറച്ച് വേരിയേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ശരിയൊക്കെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള സംഗതികളും UAE കൊമേഴ്സ്യൽ ട്രാൻസാക്ഷനിൽ ഉണ്ട് എന്നർത്ഥം. സോ ദി കൊമേഴ്സ്യൽ കോഡ് ഈസ് സബ്ജക്ട് ടു ശരിയ ഓൾസോ. ശരിയ ഉൾപ്പെടുത്തിയിട്ടും അല്ലാത്തതുമായ പല കാര്യങ്ങളും എല്ലാ നിയമങ്ങളും കൂടെ വന്നിട്ട് ഒത്തിണങ്ങിയ ഒന്നാണ് UAE ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇനി കൊമേഴ്സ്യൽ ലോ എന്താണ്? ഈ കൊമേഴ്സ്യൽ ലോ എന്ന് പറഞ്ഞാൽ അപ്പൊ അതിന്റെ ഡെഫിനിഷൻ ആണ് പറയുന്നത്. എക്സ്പേർട്സ് പറയുന്നതാണ്, ഇറ്റ് ഈസ് എ ബോഡി ഓഫ് ലീഗൽ റൂൾസ് ദാറ്റ് അപ്ലൈ ടു കൊമേഴ്സ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് ഓർഗനൈസസ് മർച്ചന്റ്സ് പ്രൊഫഷൻ. കൊമേഴ്സ്യലും അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ അപ്ലൈ ചെയ്യുന്ന നിയമസംഹിതകളെയാണ് കൊമേഴ്സ്യൽ ലോ എന്ന് പറയുന്നത്. The commercial transaction is the core of legal rules governing business dealings. ആ ഒരു കൊമേഴ്സ്യൽ ലോ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ ബിസിനസ് ഡീലിങ്സും നടത്തുന്നത്. പർച്ചേസിങ് ആണെങ്കിലും സെയിൽ ആണെങ്കിലും സപ്ലൈ ആണെങ്കിലും ഒക്കെ നമ്മളത് എന്താ പറയാ, അതിന്റെ ക്യാഷ് വാങ്ങുന്നതാണെങ്കിലും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടക്കുന്നതാണെങ്കിലും എല്ലാം ഈ നിയമത്തിന്, ഈ ലീഗൽ റൂൾസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. Then the most common type of commercial transactions is sale of goods. നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് വിൽക്കുക വാങ്ങുക എന്നുള്ളതാണ് കൊമേഴ്സ്യൽ ട്രാൻസാക്ഷൻസ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. Then all commercial transactions have one thing in common. They serve to transmit economic value. അപ്പൊ ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും ഏത് തരത്തിലുള്ള ട്രാൻസാക്ഷൻ കൊമേഴ്സ്യൽ ട്രാൻസാക്ഷൻ ആണോ, ദെൻ അവിടെ ഉദ്ദേശിക്കുന്ന മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ട്രാൻസ്മിറ്റ് ഇക്കണോമിക് വാല്യൂ എന്നുള്ളതാണ്. സാമ്പത്തികമായ വാല്യൂസ് ഇത് വിൽക്കുന്ന ആൾക്കും വാങ്ങുന്ന ആൾക്കും. ഇപ്പൊ നമ്മൾ ഒരു 50 രൂപ കൊടുത്ത് ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ വാങ്ങുന്ന ആൾക്ക് 50 രൂപക്ക് മതിയായ പ്രോഡക്റ്റ് ആവണം കിട്ടേണ്ടത്. ഓക്കെ, അതുപോലെ വിൽക്കുന്ന ആൾക്ക് ഈ കൊടുക്കുന്ന പ്രോഡക്റ്റിന് പകരമായിട്ട് 50 രൂപ തിരിച്ചു കിട്ടണം. അപ്പൊ രണ്ടാൾക്കും തുല്യമായ ഒരു സംഗതി അവിടെ ഒരു പ്രോഡക്റ്റ്, ഒരു എക്സ്ചേഞ്ച്, മ്യൂച്വൽ എക്സ്ചേഞ്ച് അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇതാണ് ഏതൊരു കൊമേഴ്സ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിലും അതിന്റെ ഒക്കെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി കൊമേഴ്സ്യൽ ട്രാൻസാക്ഷനെ കുറിച്ചും കൊമേഴ്സ്യൽ ലോയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി എന്താണ് ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ?
ബിസിനസ് എന്ന് പറഞ്ഞാൽ എക്കണോമിക്സിൽ പറയുന്നത് ഇറ്റ് ഈസ് ഡിസൈൻഡ് മീൻസ് ലീഗലി റെക്കഗ്നൈസ്ഡ് ഓർഗനൈസേഷണൽ എൻറ്റിറ്റി designed to sell goods or services to the consumers or other business in an effort to generate profit. നമ്മൾ പ്രോഫിറ്റ് നേടാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിനോ മറ്റ് ബിസിനസ് ആളുകൾക്കോ ഗുഡ്സ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ പ്രവർത്തനങ്ങളെയാണ് ബിസിനസ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങുക വിൽക്കുക എന്നുള്ള പ്രവർത്തനങ്ങൾ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ മറ്റു ബിസിനസ്സുകാർക്ക് വാങ്ങുക വിൽക്കുക പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്ത സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളെ വാങ്ങൽ വിൽക്കൽ പ്രവർത്തനങ്ങളെ പറയുന്ന പേരാണ് ബിസിനസ് എന്നുള്ളത്. Then in capitalist economy, business are formed to earn profit and grow personal wealth of their owners. ക്യാപിറ്റലിസം എന്താണെന്ന് നമുക്കറിയാം. ആ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയാണ് പറയുന്നത്. അവിടെ കൂടുതലായിട്ടും പ്രൈവറ്റൈസേഷൻ ആണ്. പ്രൈവറ്റ് ആളുകളാണ് കൂടുതലുള്ളത്. അവർ ബിസിനസ് ചെയ്യുന്നത് അവരുടെ പേഴ്സണൽ വെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ബിസിനസിന്റെ ഓണേഴ്സ് മാക്സിമം പ്രോഫിറ്റ് നേടുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് അവർക്ക് ഉള്ളത്, മെയിൻ ആയിട്ടുള്ളത്. The owners of business aim to generate a financial return in exchange for their work and their acceptance of risk. അപ്പൊ ഈ ഓണേഴ്സ് ഉദ്ദേശിക്കുന്നതാണ് അവര് പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റുകൾ അത് അവർ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് കൊടുക്കുക, എന്നിട്ട് അവിടുന്ന് മാക്സിമം പ്രോഫിറ്റ് ആ ഒരു എക്സ്ചേഞ്ച് പ്രോഡക്റ്റ് കൊടുത്തിട്ട് മാക്സിമം പ്രോഫിറ്റ് ഇവർ നേടിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് സാധാരണ ഒരു ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ ഉള്ളത്. ഇനി അപ്പൊ നമ്മള് ബിസിനസ് എന്താണെന്നും കൊമേഴ്സ് എന്താണെന്നും കൊമേഴ്സ്യൽ ലോ എന്താണ് എന്നും ബിസിനസ് എന്താണെന്നും പറഞ്ഞു. ഇനി കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇറ്റ് ഈസ് എ ഡിവിഷൻ ഓഫ് ട്രേഡ് ഓർ പ്രൊഡക്ഷൻ വിച്ച് ഡീൽസ് വിത്ത് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഫ്രം പ്രൊഡ്യൂസർ ടു ഫൈനൽ കൺസ്യൂമർ. ഓക്കെ, നമ്മൾ പ്രൊഡക്ഷനും സർവീസും ട്രേഡ് ഓർ പ്രൊഡക്ഷൻ. ചില ആളുകൾ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ടാവും, ചില ആളുകൾ ട്രേഡ് ട്രേഡ് മീൻസ് ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗുഡ്സ്. ഈ കാര്യങ്ങളെയാണ് ഫൈനൽ കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ട് പ്രൊഡക്ഷനോ അല്ലെങ്കിൽ വാങ്ങൽ വിൽക്കൽ പ്രവർത്തനങ്ങളോ നടത്തുന്നതിനാണ് നമ്മൾ കൊമേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു. സോ ദിസ് ട്രേഡിംഗ് ആൻഡ് പ്രൊഡക്ഷൻ for the exchange of goods to the final consumer, that product should have the value, okay, something valuable, and there should have at least two people, means to exchange their goods for the monetary value. And the commercialization means the process of transforming something into product. അതിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയാം. Many inputs we are using jointly together to produce a particular product, that is called as commercialization. ഇനി ഇവിടെ നമ്മൾക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഭാഗമാണ് കൊമേഴ്സ്യൽ ലോ എന്നുള്ളത്. Then here we are looking to the characteristics of commercial law. First one, making profit. കൊമേഴ്സ്യൽ ലോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് മേക്കിംഗ് പ്രോഫിറ്റ് എന്നുള്ളത്. പ്രോഫിറ്റ് ഇല്ലാതെ ഒരു ബിസിനസ്സിനും നിലനിൽക്കാൻ കഴിയില്ല, ഒരു കൊമേഴ്സ്യൽ ട്രാൻസാക്ഷനും മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ കൊമേഴ്സ്യൽ ലോ ഇംപ്ലിമെന്റ് ചെയ്യും, അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ലോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം എന്നുള്ളത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് പ്രോഫിറ്റ്. Then speed business transaction. The time has great values in business transaction. ആളുകൾക്ക് കറക്റ്റ് സമയത്ത് ഗുഡ്സ് കിട്ടണം. ഇപ്പൊ ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം ആ പേഷ്യന്റിന് ആവശ്യമായ സമയത്ത് മെഡിസിൻ അവൈലബിൾ ആയിരിക്കണം. ദാറ്റ് ഈസ് സ്പീഡ് ബിസിനസ് ട്രാൻസാക്ഷൻ. Then strengthening credit by trust risk. Strengthening the credit risk or trust risk. പലപ്പോഴും ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടാവും. അപ്പൊ ആ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എങ്ങനെയായിരിക്കണം? ഇപ്പൊ ചില ആളുകൾ കടമായിട്ട് സാധനങ്ങൾ വാങ്ങി പണം തിരിച്ചു തന്നിട്ടില്ലെങ്കിൽ അതിന്റെ നിയമം എന്ത്? That should be specified in the commercial law. Then openness and publicity of commercial activity. ഒന്നും ഒളിച്ചു വെക്കുന്ന രൂപത്തിലാവരുത്. All things should be open.
It will increase the trust of customers. Then goodwill and integrity of business. Goodwill നമുക്കറിയാലോ, സൽപ്പേര്. ഒരിക്കലും മോശമായ ഒരു രൂപത്തിലാവരുത് നമ്മുടെ ബിസിനസ്സിനെ ആളുകൾ നോക്കിക്കാണേണ്ടത്. There should have goodwill. ഇനി നമ്മൾ നെക്സ്റ്റ് എൻ്റർ ചെയ്യാൻ പോകുന്ന ഭാഗം എലമെന്റ്സ് ഓഫ് കോൺട്രാക്ട്. ഇതിന്റെ കോർ ഏരിയയിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത് ഈ മൊഡ്യൂളിന്റെ. To be valid, a contract must generally contain all of the following elements. കോൺട്രാക്ട് വാല്യൂ, കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, കരാർ. അത് വാലിഡ്, വാലിഡ് എന്ന് പറഞ്ഞാൽ അതിന് നിയമത്തിന്റെ സപ്പോർട്ട് കിട്ടുക, അപ്പോഴാണ് അത് വാലിഡ് ആവുക. ഓക്കെ, അപ്പൊ അത് വാലിഡ് ആവണം എന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന ഈ 4 എലിമെന്റ്സും നിർബന്ധമാണ്. ഒന്ന് ഓഫർ, ദെൻ ആക്സെപ്റ്റൻസ്, ദെൻ കൺസിഡറേഷൻ, ദെൻ ലീഗാലിറ്റി. ഈ കാര്യമാണ് നമുക്കിനി പഠിക്കാനുള്ളത്. നോക്കാം നമുക്ക് ഓരോന്നും. ഫസ്റ്റ് വൺ, ഓഫർ. Contract always start with an offer. Every contract start with an offer. Then what is offer? Offer is an expansion of willingness to enter into contract on certain terms. അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ നമ്മളുടെ വില്ലിങ്നെസ് മറ്റുള്ളവരെ അറിയിക്കുന്നതിനെയാണ് ഓഫർ എന്ന് പറയുക. ഇപ്പൊ നമ്മളൊരു പ്രോഡക്റ്റ് നമ്മൾ പറയാണ്, ഒരു പേന, ഈ പേന 5 രൂപയ്ക്ക് വിൽക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കോൺട്രാക്റ്റിന് റെഡി ആവുകയാണ്. അവിടെ മറ്റൊരാൾ വരികയാണ്, ഞാനത് വാങ്ങാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ there's a chance for having a contract. Then offer must be firm, not ambiguous or not vague. ഈ ഓഫർ എന്ന് പറയുന്നത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രൂപത്തിലാണ്, ക്ലിയർ ആയിരിക്കണം, മറ്റുള്ളവർക്ക് ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. Then the person who is making offer is called offerer. ആരാണോ ഓഫർ നടത്തുന്നത്, ഓഫർ നടത്തുന്നത് ഇതിന് തുടക്കം, കോൺട്രാക്റ്റിന് ഒരു തുടക്കം കുറിക്കുന്ന ഒരാൾ, ആ കോൺട്രാക്റ്റിന്റെ തുടക്കക്കാരനെ നമ്മൾ പറയുന്നതാണ് ഓഫറർ. സോ ഓഫർ മീൻസ് ദ expression of willingness to enter into contract on certain terms. ചില കാര്യങ്ങളിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള വില്ലിങ്നെസ് കാണിക്കുന്നതിനെയാണ് ഓഫർ എന്ന് പറയുന്നത്. ഓഫർ നടത്തുന്ന ആളുടെ പേര് ഓഫറർ. ഇനി ആ ഓഫറുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ. An invitation to treat is not an offer. എന്ന് പറഞ്ഞാല് ഒരാള് നമ്മള് എല്ലാം കോൺട്രാക്റ്റിലേക്ക് ക്ഷണിക്കുന്നത് എന്തല്ല, ഒരു കോൺട്രാക്റ്റ് അല്ല. ഇപ്പോ നമ്മൾ ഒരു വാഹനം വിൽക്കുക, ഒരു 2 വീലർ നമ്മൾ വിൽക്കുക. ഇപ്പൊ ഒരു 50,000 രൂപയ്ക്ക് നമ്മൾ 2 വീലർ വിൽക്കാൻ തയ്യാർ. നമ്മളൊരാളെ വിളിച്ചിരുന്ന ഇങ്ങനെ ഒരു 2 വീലർ ഉണ്ട്, ഇതിന് 50,000 രൂപ നിങ്ങൾ തരികയാണെങ്കിൽ നമ്മൾ ഈ 2 വീലർ നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നു. അത് കോൺട്രാക്റ്റ് അല്ല, അത് ഓഫറാണ്. ഓഫറിന്റെ കംപ്ലീറ്റ് പാർട്ട് ആയിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാല് ഓഫർ എന്ന് പറയുമ്പോൾ നമ്മൾ ആളുകളെ ക്ഷണിക്കാന്ന് മാത്രമല്ല, അതിന്റെ കണ്ടീഷൻസും ഒക്കെ നമ്മൾ പറയണം. ആ കണ്ടീഷൻസ് എല്ലാം പറയുമ്പോഴാണ് ശരിക്കും അത് ഓഫറായിട്ട് മാറും. ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ, പ്യൂഫറി എന്ന് പറഞ്ഞാല് ഈ അഡ്വർടൈസ്മെന്റിൽ ഉപയോഗിക്കുന്ന അഡ്വർടൈസ്മെന്റിന്റെ ഒരു സ്വഭാവമാണ് ഈ പ്യൂഫറി എന്നുള്ളത്. Advertisers often use puffery to promote their products. So, what's the advertising slogan? ഇപ്പൊ നമ്മൾ ഒരു സ്ലോഗൻ ഇവിടെ കൊടുക്കുന്നത്, Red Bull gives you wings, mean to be a true statement or puffery. അപ്പൊ പ്യൂഫറി എന്ന് പറഞ്ഞാൽ നമ്മൾ ആളുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളെ മാക്സിമം എന്താ പറയാ ഇൻഡ്യൂസ് ചെയ്യാൻ, അവരെ പ്രോഡക്റ്റ് വാങ്ങുന്നതിന് ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളെയാണ് നമ്മൾ പ്യൂഫറി എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ കൊടുത്ത സ്ലോഗൻ, റെഡ് ബുൾ ഗിവ്സ് യു വിങ്സ്. റെഡ് ബുൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പാനീയമാണ്, ഒരു ബോട്ടിലുള്ള വെള്ളം. അത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ ഉറക്കക്ഷീണം ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, റെഡ് ബുൾ, നമ്മൾ ആ പാനീയം, റെഡ് ബുൾ എന്നുള്ള പാനീയം ഗിവ്സ് യു വിങ്സ്, നിങ്ങൾക്ക് ചിറകുകൾ നൽകുന്നു.
എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറന്ന് നടക്കാൻ കഴിയും, നിങ്ങൾക്ക് ക്ഷീണം ഉറക്കം ഒന്നും ഉണ്ടാവില്ല, നിങ്ങളെ ആക്റ്റീവ് ആക്കും. അപ്പൊ നിങ്ങൾക്ക് ചിറക് നൽകും എന്ന് പറയുന്നതിന്റെ അർത്ഥം നമുക്ക് ചിറക് മുളക്കും എന്നതിന് അർത്ഥം ഇല്ല. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് പ്യുഫറി എന്ന് പറയുന്നത്. അപ്പൊ അത് എന്തല്ല, യഥാർത്ഥത്തിൽ ഒരു ഓഫർ അല്ല. അതുപോലെ മറ്റൊന്നാണ് കൗണ്ടർ ഓഫർ. കൗണ്ടർ ഓഫർ നെഗേറ്റ്സ് മീൻസ് മേക്കിംഗ് നെഗറ്റീവ് ദി ഒറിജിനൽ ഓഫർ. It alters the original offer, and by doing so releases the person making the original offer from any obligation. ഒരാള് ഇങ്ങോട്ടൊരു ഓഫർ ഇട്ടു. ഇപ്പൊ ഒരാള് നമ്മൾ നേരത്തെ പറഞ്ഞു 50,000 രൂപയ്ക്ക് നമ്മൾ ഈ ബൈക്ക് കൊടുക്കും എന്ന് പറഞ്ഞു, അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. അപ്പൊ മറ്റേ ആള് തിരിച്ചിങ്ങോട്ട് പറയാം 40,000 രൂപയ്ക്കാണെങ്കിൽ ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങാം എന്ന് പറയുന്നത് അതിനെയാണ് കൗണ്ടർ ഓഫർ എന്ന് പറയാം. അപ്പൊ 40,000 രൂപയ്ക്ക് വാങ്ങുക എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മളിത് 40,000 രൂപയ്ക്ക് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അപ്പൊ ആദ്യം പറഞ്ഞ 50,000 അവിടെ ക്യാൻസലായി. ഓക്കെ, അപ്പൊ പിന്നെ ആദ്യം പറഞ്ഞ 50,000 എന്നുള്ള ആ ഓഫർ അവിടെ നിലനിൽക്കുന്നില്ല എന്നാണ്. അപ്പൊ ഏതാണെങ്കിലും എക്സ്പ്രസിങ് ദ ഇൻട്രസ്റ്റ് ടു എൻറ്റർ ഇൻ ടു എ കോൺട്രാക്ട്, അതിനെയാണ് നമ്മൾ ഓഫർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ എലമെന്റ് ആണ്, ഓഫർ കഴിഞ്ഞാൽ രണ്ടാമത്തെ എലമെന്റ് ആണ് ആക്സെപ്റ്റൻസ്. നമ്മൾ ഈ കൊടുക്കുന്ന ഈ ഓഫർ ആരെങ്കിലും ആക്സെപ്റ്റ് ചെയ്യണം, അപ്പോഴേ അവിടെ കോൺട്രാക്ട് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഓഫറർ മാത്രമായി കഴിഞ്ഞാൽ ഒരാളേ ഉള്ളൂ, അപ്പൊ അവിടെ കോൺട്രാക്ട് ഇല്ല. അപ്പൊ അവിടെ ഒരു ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാൾ വേണം, അയാളെ നമ്മൾ ഓഫറി എന്നാണ് പറയുക. ആക്സെപ്റ്റൻസ് ബൈ ദി ഓഫറി, ദ പേഴ്സൺ ആക്സെപ്റ്റിംഗ് ആൻ ഓഫർ, അയാളെയാണ് നമ്മൾ ഓഫറി എന്ന് പറയുക. It is the unconditional agreement to all the terms of the offer. ഈ ഓഫറർ പറയുന്ന കാര്യങ്ങൾ കണ്ടീഷനോട് കൂടി, എന്തൊക്കെയാണോ കണ്ടീഷൻ അതൊക്കെ നമ്മൾ അംഗീകരിക്കുകയാണ് എങ്കിൽ, നമ്മൾ അയാൾ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം തയ്യാറാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ ആക്സെപ്റ്റൻസ് എന്ന് പറയുക. This means both parties to the contract understand what offer is being accepted. അപ്പൊ ഈ ഓഫറർക്കും ഓഫറിക്കും അറിയണം എന്താണ് പ്രോഡക്റ്റ്, എത്രയാണ് അതിന് രൂപ, അതിന്റെ കണ്ടീഷൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടർക്കും അറിയണം. ഓക്കെ, അപ്പോഴേ അവിടെ യഥാർത്ഥത്തിൽ കോൺട്രാക്ട് എന്നുള്ള രൂപത്തിലേക്ക് വരാനുള്ള സാധ്യത തെളിയുന്നുള്ളൂ. ദെൻ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതിയാണ് ആ ലാസ്റ്റ് സെന്റൻസ് നോക്കുക. സൈലൻസ് ഡസ് നോട്ട് ഈക്വൽ ആക്സെപ്റ്റൻസ്. സൈലൻസ് ഡസ് നോട്ട് ഈക്വൽ ആക്സെപ്റ്റൻസ്. അപ്പൊ ആക്സെപ്റ്റൻസ്, ഒരാൾ ഒന്നും മിണ്ടുന്നില്ല, അതിന്റെ അർത്ഥം അയാൾ അത് ആക്സെപ്റ്റ് ചെയ്തു എന്നല്ല. അപ്പൊ ഒരാൾക്ക് നമ്മൾ ഒരു പ്രോഡക്റ്റ് കൊടുത്തു അയാൾ ഒന്നും മിണ്ടിയില്ല എന്ന് പറഞ്ഞാൽ അയാള് അത് വാങ്ങാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടില്ല. അയാൾ പറയണം, ഓക്കെ, തയ്യാറാണെങ്കിൽ തയ്യാറാണ് എന്ന് അയാളുടെ എക്സ്പ്രഷൻ കാണിക്കണം. Mere silence cannot be considered as acceptance. അപ്പം മൗനം സമ്മതം എന്നുള്ളത് അത് നിയമത്തിന്റെ മുന്നിൽ ഉള്ളതല്ല എന്നർത്ഥം. ദെൻ ഓഫറും ആക്സെപ്റ്റൻസും കഴിഞ്ഞാൽ മൂന്നാമത്തെ എലമെന്റ് ആണ് കൺസിഡറേഷൻ. കൺസിഡറേഷൻ ഈസ് ദ ആക്ട് ഓഫ് ഈച്ച് പാർട്ടി എക്സ്ചേഞ്ചിങ് സംതിങ് ഓഫ് വാല്യൂ ടു ദെയർ ഡെട്രിമെന്റ്. അപ്പൊ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ ഓഫർ കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വേണം, ഒരാളെ ആക്സെപ്റ്റ് അല്ലെ ഓഫർ നൽകാൻ. ഇപ്പൊ നമ്മൾ നേരത്തെ 50,000 രൂപയ്ക്ക് ഒരു 2 വീലർ നമ്മൾ ഓഫർ ചെയ്യുന്നത് പറഞ്ഞു. അപ്പൊ അവിടെ ഓഫർ ചെയ്യുന്ന ഒരു വസ്തുവാണ് 2 വീലർ എന്നുള്ളത്. ആക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തി ഓഫറർക്ക് നൽകേണ്ടത് 50,000 രൂപ. അപ്പൊ അങ്ങനെ ഒരു രണ്ട് ഭാഗത്തു നിന്നും എക്സ്ചേഞ്ചിങ് സംതിങ് വാല്യൂ അത് ഉണ്ടായിരിക്കും. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത്, എ സെൽസ് എസ് ഓട്ടോമൊബൈൽ ടു ബി. എയുടെ കയ്യിലുള്ള ഒരു വാഹനം ബിക്ക് വിൽക്കുകയാണ്. എ ഈസ് എക്സ്ചേഞ്ചിങ് ആൻഡ് ഗിവിംഗ് അപ്പ് എസ് ഓട്ടോമൊബൈൽ. എ കൊടുക്കുന്നത് എയുടെ വാഹനമാണ്, വൈൽ ബി ഈസ് എക്സ്ചേഞ്ചിങ് ആൻഡ് ഗിവിംഗ് അപ്പ് ബീസ് ക്യാഷ്. ബി നൽകുന്നത് ബിയുടെ കയ്യിലുള്ള ക്യാഷ് ആണ്. ബോത്ത് പാർട്ടീസ് മസ്റ്റ് പ്രൊവൈഡ് കൺസിഡറേഷൻ. ബോത്ത് പാർട്ടീസ് മീൻസ് ഓഫറർ ആൻഡ് ഓഫറി. ബോത്ത് പാർട്ടീസ്
must provide consideration. രണ്ടാളും കൺസിഡറേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ദെൻ അവസാനത്തെ എലമെന്റ് ആയിട്ടുള്ളത് പറയുന്നത് ലീഗാലിറ്റി. The fourth required element of valid contract is legality. The contracts are only enforceable when they are made with the intention that they are legal. കോൺട്രാക്ട് വാലിഡ് ആവുന്നത്, എൻഫോഴ്സിബിൾ ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ both the parties should have an intention that they are legal and that the parties intend to legally bind themselves to their agreement. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നമ്മൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ അത് നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്നതാവണം. നിയമത്തിന്റെ പരിരക്ഷയും കൂടെ അതിൽ നിർബന്ധമായിട്ടും രണ്ടുപേരും ഉദ്ദേശിക്കണം. അപ്പം നിയമരഹിതമായിട്ട് നിയമത്തിന് എതിരായിക്കൊണ്ട് ഒരു കോൺട്രാക്റ്റ് ചെയ്യാൻ ഒരിക്കലും നമ്മൾ എന്താ പറയാ, അതിന് നമുക്ക് ലീഗാലിറ്റി ഇല്ല. ആ ഒരു കോൺട്രാക്റ്റിന് ശരിക്കും അവിടെ വാലിഡിറ്റി ഇല്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, നമ്മൾ ഒരു പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിക്കാൻ, ഇപ്പൊ ഒരു ഇലക്ട്രിക് പോസ്റ്റ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാൾക്ക് കരാറ് കൊടുക്കുക. അത് നമ്മൾ ഒരാളുമായി കരാറിൽ ഏർപ്പെടുക. അത് എന്തല്ല യഥാർത്ഥത്തിൽ ഇറ്റ് ഈസ് not allowed as per law. It is against the law. അതുകൊണ്ട് തന്നെ അവിടെ നിയമത്തിന്റെ പരിരക്ഷ, പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല. ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദി ലോ. ഓക്കെ, ഇനി ഇവിടെ ഈ ലീഗാലിറ്റിയുടെ കേസാണ്, ലീഗാലിറ്റിയുടെ കാര്യങ്ങളാണ് പറയുന്നത്. ലാക്ക് ഓഫ് മെന്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ആൾക്ക് മെന്റൽ ഇൽനെസ് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഡെഫിഷ്യൻസി ഒന്നും ഉണ്ടാവാൻ പാടില്ല. മാനസികമായിട്ടുള്ള എന്താ പറയാ അസുഖങ്ങളോ ഒന്നും അയാൾക്ക് ഉണ്ടാവാൻ പാടില്ല. കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിക്കാൻ കഴിയുന്ന നല്ല ബുദ്ധിയുള്ള ഒരാളാവണം എന്നർത്ഥം. ദെൻ മറ്റൊന്നാണ് മൈനേഴ്സ്. മൈനർ എന്ന് പറഞ്ഞാൽ 18 വയസ്സ് തികയാത്ത ആളുകളെ പറയുന്നതാണ് മൈനർ. അവർക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റും, പക്ഷെ ബട്ട് ദേ ആർ വോയിഡബിൾ അറ്റ് ദി മൈനേഴ്സ് എലക്ഷൻ. മൈനറുടെ ഇഷ്ടപ്രകാരമാണ് അത് നടക്കുക. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, നമ്മൾ മേജറാണ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 30 വയസ്സുണ്ട്. നമ്മൾ മറ്റൊരാളുമായി കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പോവാണ്. നമ്മൾ ആരുമായിട്ടാണോ കോൺട്രാക്ട് വെക്കുക അയാൾക്ക് 15 വയസ്സേ ആയിട്ടുള്ളൂ. അങ്ങനെ നമ്മളൊരു പ്രോപ്പർട്ടി അയാൾക്ക്, നേരത്തെ പറഞ്ഞ 2 വീലറാണ് വിചാരിക്കുക, അയാൾക്ക് 50,000 രൂപയ്ക്ക് കൊടുക്കുകയാണ്. അങ്ങനെ അയാൾ ആ വാഹനം കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അയാൾ 10,000 തന്നു, ബാക്കി 40,000 വൈകുന്നേരം തരാമെന്ന് പറഞ്ഞു. നമ്മൾ എഴുതി ഒപ്പിട്ടു ഒക്കെ കൊടുത്തു. പക്ഷെ അയാൾ വൈകുന്നേരം 40,000 കൊണ്ട് തന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എഴുതി വെച്ച അല്ലെങ്കിൽ ആദ്യം നമ്മൾ ഏർപ്പെട്ട ആ കോൺട്രാക്റ്റ് അവിടെ വാലിഡ് അല്ല. കാരണം അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അയാളെ ഒബ്ലിഗേഷൻ ചെയ്താൽ മതി. അതാണ് 18 വയസ്സ് തികയാത്ത ആളുകളുമായിട്ടുള്ള കോൺട്രാക്റ്റിന്റെ സ്വഭാവം. ദെൻ മൂന്നാമത് പറയുന്നത് കോൺട്രാക്ട് ദാറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്. ഓറൽ ആയിട്ടുള്ള കോൺട്രാക്റ്റിന് ശരിക്കും ലീഗൽ സപ്പോർട്ട് ഇല്ല. കോൺട്രാക്റ്റ് ഇല്ല എന്നല്ല, കോൺട്രാക്ട് ഓറൽ ആവാം, അല്ലെങ്കിൽ ഇൻ റൈറ്റിംഗ് ആവാം, അതുപോലെ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ കോൺട്രാക്റ്റിന് നമുക്ക് ലീഗൽ സപ്പോർട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ there should have proper evidence. So that should be in writing. It is important to understand that just about any form of writing is acceptable. നമ്മളിങ്ങനെ പേന കൊണ്ട് തന്നെ എഴുതണം എന്നില്ല. നമുക്ക് മെയിൽ അയക്കാം അല്ലെ, ഇപ്പൊ നമുക്ക് ഇമെയിൽ അയക്കാൻ പറ്റും. അതുപോലെ തന്നെ മെസ്സേജ്, ടെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയക്കാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ നമുക്ക് കയ്യെഴുത്ത് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കത്ത് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ പോസ്റ്റൽ വഴി അയക്കാം. ഇതൊക്കെ നമുക്ക് ലീഗൽ സപ്പോർട്ട് കിട്ടുന്ന ഫോമുകളാണ്. ഇനി നെക്സ്റ്റ് ഏരിയ യൂണിലാറ്ററൽ ആൻഡ് ബൈലാറ്ററൽ കോൺട്രാക്ട്. യൂണിലാറ്ററൽ കോൺട്രാക്റ്റും ബൈലാറ്ററൽ കോൺട്രാക്റ്റും രണ്ട് തരത്തിലുള്ള കോൺട്രാക്റ്റുകളാണ്.
നമ്മൾ സാധാരണ കാണുന്ന കോൺട്രാക്റ്റുകളൊക്കെ ബൈലാറ്ററൽ കോൺട്രാക്ട് ആണ്. ദാറ്റ് മീൻസ് ദർ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 2 പാർട്ടീസ് ആൻഡ് ബോത്ത് പാർട്ടീസ് ആർ അഗ്രീയിങ് ടു ദി കോൺട്രാക്ച്വൽ അഗ്രിമെന്റ്. രണ്ടാളുകൾ തമ്മിലുള്ള കോൺട്രാക്റ്റ് ആണ്. ആ കോൺട്രാക്റ്റിൽ രണ്ടാളുകൾക്കും കൃത്യമായിട്ട് അറിയാം, അതിന്റെ എല്ലാ കണ്ടീഷൻസും കാര്യങ്ങളും ഒക്കെ അറിയാൻ പറ്റും. ആ 2 പേര് തമ്മിൽ ഒരാൾ ഓഫർ ആണ്, മറ്റൊരാൾ ഓഫറി ആണ്, 2 പേരും സൈൻ ചെയ്തു. അതാണ് ബൈലാറ്ററൽ കോൺട്രാക്ട്. ഓക്കെ, 2 പേരും ഒരേ സമയം അഗ്രിമെന്റിൽ വരിക. എന്നാൽ യൂണിലാറ്ററൽ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ വൺ പാർട്ടി ഈസ് മേക്കിംഗ് ആൻ ഓഫർ ആൻഡ് പ്രോമിസ്. If someone does something in return, there is no agreement necessarily between 2 individuals. ഇവിടെ ഒരാള് പറയാണ്, നിങ്ങൾ ആരെങ്കിലും ഇന്ന കാര്യം ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഗതി തരാം. ഇപ്പൊ ഒരു ഉദാഹരണം പറയാണ്, ഇവിടെ ഒരു എക്സാമ്പിൾ യൂണിലാറ്ററൽ കോൺട്രാക്ടിന്റെ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇഫ് എ ഓഫേഴ്സ് എ റിവാർഡ് ഓഫ് ₹1,000 to the person who finds and returns A's missing cat. എയുടെ ക്യാറ്റ് മിസ്സായിട്ടുണ്ട്. എയുടെ കയ്യിലൊരു നല്ല പൂച്ച ഉണ്ടായിരുന്നു, അത് മിസ്സായിട്ടുണ്ട്. ആരെങ്കിലും അത് കണ്ടെത്തി തരികയാണെങ്കിൽ അവർക്ക് എ 1000 രൂപ നൽകും. ഇതാണ് യൂണിലാറ്ററൽ കോൺട്രാക്ട്. അപ്പൊ ഇവിടെ എന്താണ്, ആരാണോ കണ്ടെത്തുന്നത് അയാൾക്ക് മാത്രമാണ് ആ കോൺട്രാക്ട് ബാധകമായിട്ടുള്ളത്. എല്ലാവർക്കും കൂടി കൊടുത്ത ഓഫറാണ്, പക്ഷെ എല്ലാവരും അത് എഗ്രി ചെയ്യുന്നില്ല. ആരാണ് എഗ്രി? അപ്പൊ ഓഫർ ചെയ്യുന്നത് ഒരാൾ, ഒരു വൺ സൈഡ്. ഇനി ആരും അത് ചെയ്തില്ലേ, അപ്പൊ അവിടെ ആക്സെപ്റ്റൻസ് ഇല്ല. അപ്പൊ എപ്പോഴെങ്കിലും ആരാണോ അത് ചെയ്യുന്നത് അപ്പോഴേ അവിടെ ആക്സെപ്റ്റൻസ് വരുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ളതിനെയാണ് യൂണിലാറ്ററൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇനി ഗിഫ്റ്റ് വേഴ്സസ് കോൺട്രാക്ട്. നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാറുണ്ടല്ലോ, ഈ ഗിഫ്റ്റും കോൺട്രാക്റ്റും ഒന്നാണോ എന്നുള്ളത്? അത് രണ്ടും ഒന്നല്ല, ആർ എൻറ്റയർലി ഡിഫറെന്റ്. Gift do require an offer, acceptance and delivery of the gift, but are generally not enforceable. ഗിഫ്റ്റിൽ എന്തുണ്ട്? ഓഫർ ഉണ്ട് അല്ലെ? നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ, ഇപ്പൊ ഒരാൾക്ക് നമ്മൾ ഒരു ഡ്രസ്സ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്, അപ്പൊ അവിടെ ഓഫർ ഉണ്ട്. ആ ഗിഫ്റ്റ് ഡ്രസ്സ് നമ്മൾ കൊടുക്കുന്നു. ആക്സെപ്റ്റൻസും ഉണ്ട്. ആക്സെപ്റ്റൻസ് ആർക്കാണോ ഗിഫ്റ്റ് നമ്മൾ അയാൾ അത് വാങ്ങും. ആൻഡ് ഡെലിവറി ഓഫ് ദി ഗിഫ്റ്റ്, നമ്മളത് എക്സ്ചേഞ്ച് ചെയ്യുന്നു. പക്ഷെ അവിടെ തിരിച്ച് ഇങ്ങോട്ട് ഒരു കൺസിഡറേഷൻ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളെടുത്തുനിന്ന് എന്ന് പറഞ്ഞാൽ ഓഫറിയുടെ അടുത്ത് ഓഫർക്കൊന്നും കിട്ടുന്നില്ലല്ലോ. അങ്ങനെയുള്ളത് കൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ജനറലി നോട്ട് എൻഫോഴ്സിബിൾ. അപ്പൊ ഗിഫ്റ്റ്, എല്ലാ ഗിഫ്റ്റും എന്തല്ല, കോൺട്രാക്ട് അല്ല. മറ്റൊരു കോൺട്രാക്ട് ആണ് കണ്ടിൻജന്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. കണ്ടിൻജന്റ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ the promiser performs his obligation only when certain conditions are met. അങ്ങനെയുള്ളതിനാണ് കണ്ടിൻജന്റ് കോൺട്രാക്ട് എന്ന് പറയുക. അതിൽ കൃത്യമായിട്ട് കണ്ടീഷൻ പറയുന്നുണ്ടാവും. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ആ പ്രോമിസർ അയാളുടെ പ്രോമിസ് നിറവേറ്റുള്ളൂ. ഇപ്പൊ ഇതിൽ പറയുന്ന എക്സാമ്പിൾ നോക്കുക. ഇൻ എ ലൈഫ് ഇൻഷുറൻസ് കോൺട്രാക്ട്, the insurer pays a certain amount if the insured dies under certain conditions. The insurer is not called into action until the event of the death of the insured happened. This is a contingent contract. ഒരാൾ ഇൻഷുറൻസ് പോളിസി എടുത്തു. അപ്പൊ ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ ഇൻഷുറൻസിന്റെ ഏജന്റ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മരണപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് 5 ലക്ഷം രൂപ നിങ്ങളുടെ ആരാണോ നോമിനി അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു. അതിന് നിങ്ങൾ മാസത്തിൽ എന്തെങ്കിലും ഒരു 500 രൂപ ഒക്കെ അടച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ ആ പോളിസി എടുത്തു. പക്ഷെ അതിന് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ എന്താ പറയാ, ഇന്ന രോഗം കാരണം മരിക്കുക, അല്ലെങ്കിൽ പോളിസി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ പറയാ, ഡേഞ്ചർ ആയിട്ടുള്ള തരത്തിലുള്ള മാരകമായ അസുഖങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന ഒരു കണ്ടീഷൻ അതിലുണ്ട്.
അങ്ങനെ ഇയാൾ 2 വർഷം കഴിഞ്ഞപ്പോൾ മരിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ട് ഹോസ്പിറ്റൽ റെക്കോർഡ്സ് നോക്കിയപ്പോൾ ഇയാൾ പോളിസി എടുക്കുന്നതിന്റെ മുമ്പേ ഇയാൾക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ അതെന്താണ്, ഇയാൾ മരണപ്പെട്ടു, 5 ലക്ഷം രൂപ കിട്ടണം, പക്ഷെ കണ്ടീഷന് എതിരാണ്. ഇയാൾ പോളിസി എടുക്കുന്ന സമയത്ത് ഇയാൾക്ക് രോഗം ഉണ്ടാവാൻ പാടില്ലായിരുന്നു. അപ്പൊ അയാൾക്ക് അതിനു മുമ്പേ ക്യാൻസർ ഉണ്ടായിരുന്നു എന്ന് മെഡിക്കൽ റെക്കോർഡ്സിലുണ്ട്. ദെൻ പ്രോമിസർ എന്താണ്, ഈ 5 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ വ്യക്തി ആ 5 ലക്ഷം രൂപ കൊടുക്കേണ്ടതില്ല, കാരണം അവിടെ കണ്ടീഷൻ വയലേറ്റ് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നത് ജോൺ ഫയർ ഇൻഷുറൻസ് ഓഫ് ജോൺസ് ഹൗസ് അക്കോർഡിംഗ് ടു ദി ഇപ്പൊ ഒരാള് പീറ്റർ എന്ന് പറഞ്ഞ വ്യക്തി ഒരു ഇൻഷുറർ ആണ്. ജോൺ എന്ന വ്യക്തി ഇൻഷുവേർഡ് എന്ന് പറഞ്ഞാൽ ജോണ് പീറ്ററുടെ കയ്യിൽ നിന്ന് ഒരു പോളിസി എടുത്തു, ഫയർ ഇൻഷുറൻസ് പോളിസിയാണ്. അയാളുടെ വീട് തീ പിടിച്ച് നശിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പീറ്റർ എന്ത് ചെയ്യും, 5 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കും. എന്നാൽ അതിന് പകരമായിട്ട് ജോൺ 5000 രൂപ വർഷത്തിൽ പ്രീമിയം ആയിട്ട് അടക്കണം. അപ്പൊ ഇവിടെ തീപിടുത്തം ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ, ആ വീട് തീ പിടിച്ച് നശിക്കുകയാണെങ്കിൽ മാത്രമേ ആൾക്ക് 5 ലക്ഷം കിട്ടുള്ളൂ. ഇപ്പോ ഒരു ഭൂമി കുലുക്കം വന്നു, എർത്ത് ക്വേക്ക് വന്നു, ആ വീട് നശിച്ചു, അയാൾക്ക് എന്ത് ചെയ്യില്ല, ആ കോമ്പൻസേഷൻ കിട്ടില്ല. 5 ലക്ഷം രൂപ അയാൾക്ക് കിട്ടാൻ അവിടെ അവസരം ഇല്ല. ഇനി അതല്ല, വെള്ളം കയറി, ഫ്ലഡ് വന്നു, അപ്പോഴും അയാൾക്ക് അവസരമില്ല. കാരണം അയാൾ പറഞ്ഞത് എന്താണ്, ഫയർ ഇൻഷുറൻസ് പോളിസിയാണ് അയാൾ എടുത്തിട്ടുള്ളത്. അപ്പൊ തീ പിടിക്കുകയാണെങ്കിൽ മാത്രമേ ഈ പറയുന്ന കോമ്പൻസേഷൻ അവിടെ അർഹതയുള്ളൂ. അങ്ങനെയുള്ള കണ്ടീഷൻ ബേസ്ഡ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ കണ്ടിൻജന്റ് കോൺട്രാക്ട് എന്ന് പറയും. അപ്പോ കണ്ടിൻജന്റ് കോൺട്രാക്ടിന്റെ കുറച്ച് എസെൻഷ്യൽസ് ആണ്. ഒന്ന്, ഡിപ്പെൻഡ്സ് ഓൺ ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് ഓഫ് എ സെർട്ടൈൻ ഇവന്റ്. എന്താണ് കാര്യം എന്ന് കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അത് സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ അവിടെ കോൺട്രാക്ട് വാലിഡ് ആവുള്ളൂ. അതുപോലെ ദ ഇവന്റ് ഈസ് കൊളാറ്ററൽ ടു ദി കോൺട്രാക്ട്. സാധാരണ നമ്മൾ മുന്നിലുള്ള സംഗതികളാവും. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദ ഇവന്റ് ഈസ് നോട്ട് പാർട്ട് ഓഫ് ദി കോൺട്രാക്ട്, കനോട്ട് ബി ദി പെർഫോമൻസ് പ്രോമിസ്ഡ് ഓർ എ കൺസിഡറേഷൻ ഓഫ് പ്രോമിസ്. എന്ന് പറഞ്ഞാൽ നമ്മൾ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് ആ സബ്ജക്റ്റ് മാറ്റർ ആയിരിക്കണം. ഓക്കെ, അല്ലാതെ ഈ കോൺട്രാക്ട് കാരണം ഉണ്ടാവുന്ന ഒന്നാവരുത് എന്നർത്ഥം. കോൺട്രാക്റ്റിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആവരുത് നമ്മുടെ ഇവന്റ്. മറ്റൊന്ന്, ഇവന്റ് ഷുഡ് നോട്ട് ബി എ മിയർ വിൽ ഓഫ് ദി പ്രോമിസർ. വെറുതെ ഒരു ആഗ്രഹം പറഞ്ഞാൽ മാത്രം പോരാ, അയാൾക്ക് കൃത്യമായിട്ടൊരു ഇൻട്രസ്റ്റ് ആ പ്രോപ്പർട്ടിയിൽ അല്ലെങ്കിൽ ആ ഒരു ഇവന്റിൽ ഉണ്ടായിരിക്കണം. ആൻഡ് ദ ഇവന്റ് ഷുഡ് ബി അൺസർട്ടൈൻ. ഇവന്റ് എപ്പോഴാ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാനും പറ്റില്ല. ഇനി എൻഫോഴ്സ്മെന്റ് ഓഫ് കണ്ടിൻജന്റ് കോൺട്രാക്ട്. കണ്ടിൻജന്റ് കോൺട്രാക്ട് എപ്പോഴാണ് നടപ്പിലാവുക? അപ്പൊ കോൺട്രാക്ട്സ് കണ്ടിൻജന്റ് ഓൺ ദി ഹാപ്പനിങ് ഓഫ് ഇവന്റ്. എന്തെങ്കിലും ഒരു നമ്മൾ ഈ കോൺട്രാക്റ്റിൽ പറയുന്ന ഇവന്റ് എന്താണോ അത് സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊന്ന് കോൺട്രാക്ട് ഓൺ ആൻ ഇവന്റ് നോട്ട് ഹാപ്പനിങ്, അല്ലെങ്കിൽ നമ്മൾ സംഭവിക്കരുത്, സംഭവിച്ചിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളുമായിട്ട് ഒരാള് ഒരു അഗ്രിമെന്റ് എഴുതാണ്. ഇപ്പോ ഒരാളൊരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു ഒരു സ്ഥലത്ത്. ഇപ്പൊ കാലിക്കറ്റ് സിറ്റിയിൽ ഒരാള് ഒരു പുതിയ ഹോസ്പിറ്റല് തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പൊ ഹോസ്പിറ്റൽ അസോസിയേഷൻ കൂടിയിട്ട് പറയാണ്, ഇയാളെ കണ്ടിട്ട് നിങ്ങൾ ഈ ഹോസ്പിറ്റല് തുടങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര രൂപ തരാം എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ ആ ഇവന്റ് അവിടെ സംഭവിക്കുന്നില്ല. അങ്ങനെയുള്ള സമയത്തും കണ്ടിൻജന്റ് കോൺട്രാക്ട് ഉണ്ടാവും. അതുപോലെ കണ്ടിൻജന്റ് കോൺട്രാക്ട് ഓൺ ദി കണ്ടക്ട് ഓഫ് ലിവിംഗ് പേഴ്സൺ ഹു ഡസ് സംതിങ് ടു മേക്ക് ദ ഇവന്റ് ഓർ കണ്ടക്ട് ഈസ് ഇമ്പോസിബിൾ ഹാപ്പൻ. മൂന്നാമത്തെ ഒരു കേസ്. അതേപോലെ തന്നെ കോൺട്രാക്ട്സ് കണ്ടിൻജന്റ് ഓൺ ആൻ ഇവന്റ് ഹാപ്പനിങ് വിത്തിൻ എ സ്പെസിഫിക് ടൈം. നമ്മൾ പറയുന്ന ഒരു സമയത്തിനുള്ളിൽ, അപ്പൊ ആ സമയം കഴിയുന്നതോടുകൂടി അതിന്റെ എന്താ പറയാ പീരീഡ് കഴിഞ്ഞു, കോൺട്രാക്ടിന്റെ കാലാവധി അവിടെ കഴിഞ്ഞു. Then contract contingent on event not happening within specific time.
ആ സമയത്ത് നേരത്തെ പറഞ്ഞ സമയത്ത് സംഭവിച്ചാൽ, സമയത്തിനുള്ളിൽ സംഭവിച്ചാൽ, ഇവിടെ പറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്തിട്ടില്ലെങ്കിൽ, സംഭവിച്ചിട്ടില്ലെങ്കിൽ, നേരത്തെ നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെ, അതിവിടെ സമയബന്ധിതമായെന്നേ ഉള്ളൂ. Then contract contingent on an impossible event. കോൺട്രാക്ട് കണ്ടിന്യൂ ശരിക്കും ഇമ്പോസിബിൾ ഇവന്റ് ആണ്. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒന്നിൽ കോൺട്രാക്റ്റിന് തന്നെ ശരിക്കും പ്രസക്തിയില്ല. ഓക്കെ, ഒരാള് പറയാണ് ഞാൻ ചന്ദ്രനെ ഭൂമിയിലേക്ക് വെച്ച് തരാം, ഭൂമിയിലേക്ക് ഞാൻ എടുത്ത് ഇടാം എന്നൊരാള്, ആ കോൺട്രാക്റ്റിന് റെലവൻസ് ഇല്ല, പ്രസക്തി ഇല്ല, ബിക്കോസ് ഇറ്റ് ഇസ് എൻ ഇമ്പോസിബിൾ ഇവന്റ്. ഇനി റൂൾസ് ഓഫ് വാലിഡിറ്റി ഓഫ് എ കോൺട്രാക്ട്. അപ്പൊ ഒരു കോൺട്രാക്ട് എപ്പോഴാണ് വാലിഡ് ആവുക? ഓക്കെ, ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു, ആ കാര്യങ്ങളെല്ലാം സമ്മറൈസ് ചെയ്തിട്ടാണ് ഇവിടെ പറയുന്നത്. റൂൾസ് ഓഫ് വാലിഡിറ്റി ഓഫ് എ കോൺട്രാക്ട്. ഒരു കോൺട്രാക്ട് വാലിഡ് ആവണമെങ്കിൽ നിർബന്ധമായിട്ടും നേരത്തെ നമ്മൾ 4 എലമെന്റ്സ് പറഞ്ഞു: ഓഫർ, ആക്സെപ്റ്റൻസ്, അതുപോലെ കൺസിഡറേഷൻ, ലീഗാലിറ്റി. ഇങ്ങനെ 4 എലമെന്റ്സ് നമ്മൾ പറഞ്ഞു. അതുപോലെ കോൺട്രാക്ട് വാലിഡ് ആവണമെങ്കിലുള്ള റൂളാണ് നിർബന്ധമായിട്ട് ദർ ഷുഡ് ബി ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്. ഓഫറും ആക്സെപ്റ്റൻസും ഉണ്ടാവണം. ആൻഡ് സെക്കൻഡ് വൺ, ഇന്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്. അല്ലെ, നമ്മൾ നേരത്തെ ലീഗാലിറ്റി പറഞ്ഞു, നിയമപരമായിട്ടുള്ള സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുള്ള കോൺട്രാക്ട് ആവണം എന്ന് 2 ആളുകൾക്കും താല്പര്യം ഉണ്ടാവണം. ദെൻ തേർഡ് വൺ, ലോഫുൾ കൺസെന്റ്. ഓക്കെ, സമ്മതം, 2 ആളുകൾക്കും സമ്മതം വേണം. ദെൻ ലോഫുൾ ഒബ്ജക്റ്റ്, നമ്മൾ ഒരു സബ്ജക്റ്റ് മാറ്റർ ഉണ്ടാവണം അവിടെ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ ലക്ഷ്യം, ലോഫുൾ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമായിട്ടുള്ള ലക്ഷ്യങ്ങളൊന്നും ആവരുത്. അതുപോലെ സെർട്ടൈനിറ്റി, അൺസെർട്ടൈൻ ആയ കാര്യങ്ങൾക്കൊന്നും കോൺട്രാക്ട് ഉണ്ടാവാൻ പാടില്ല, സെർട്ടൈനിറ്റി ആവണം. ദെൻ ലോഫുൾ കൺസിഡറേഷൻ, ഒരു മ്യൂച്വൽ എക്സ്ചേഞ്ച് അവിടെ ഉണ്ടാവും, കൺസിഡറേഷൻ ഫ്രം ബോത്ത് ദി പാർട്ടീസ്. ഓഫർ അടുത്തുനിന്ന് ഒരു കൺസിഡറേഷൻ ഉണ്ടാവണം, അതുപോലെ തന്നെ ഓഫറിയുടെ അടുത്തുനിന്ന് ഉണ്ടാവും. ദെൻ സെവൻത്ത് വൺ, പാർട്ടീസ് മസ്റ്റ് ബി കോമ്പിറ്റന്റ് ടു കോൺട്രാക്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു 18 വയസ്സ് കഴിഞ്ഞ ആളുകളാവണം, അതുപോലെ ഇൻസെയിൻ ആയിട്ടുള്ള ആളുകളൊന്നും ആവാൻ പാടില്ല. ആൻഡ് ലീഗൽ ഫോർമാലിറ്റീസ്, അതിന് വേണം ഇൻ റൈറ്റിംഗ് ആണെങ്കിൽ ഇൻ റൈറ്റിംഗ്, അതുപോലെ ആരെങ്കിലും അതിന് വിറ്റ്നസ് ഉണ്ടെങ്കിൽ ആ വിറ്റ്നസ് വേണം. അങ്ങനെയുള്ള സംഗതികളൊക്കെയാണ് ലീഗൽ ഫോർമാലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന 8 കാര്യങ്ങളും ഉണ്ടാവുമ്പോൾ മാത്രമേ അവിടെ ഒരു കോൺട്രാക്ട് വാലിഡ് ആവുന്നുള്ളൂ എന്നർത്ഥം. ഇനി അൺഡ്യൂ ഇൻഫ്ലുവൻസ്. വാട്ട് ഈസ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്? ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരാളെ നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുക, അയാളെ അടിച്ചേൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത്, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. So, undue influence occurs when an individual can persuade another's decision due to the relationship between the 2 parties. Often, one of the parties is in a position of power over the other due to elevated status, higher education, or emotional ties, etc. ഒരാളുടെ തീരുമാനത്തെ മറ്റൊരാള് മാറ്റിയെടുക്കുക ഈ കോൺട്രാക്റ്റിന് വേണ്ടിയിട്ട്. അപ്പൊ അതിന് കാരണം എന്തായിരിക്കാം? ചിലപ്പോ അയാൾ സുപ്പീരിയർ ഓഫീസർ. അപ്പൊ ഒരാൾ പറയാണ്, നിങ്ങൾ ഇവിടെ ഈ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പ്രൊമോഷൻ ഞാൻ തടഞ്ഞു വെക്കും എന്ന് പറയാം. അത് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആണ്. അതുപോലെ തന്നെ മറ്റൊരാളെ കാരണം കൂടുതൽ ശക്തിയുള്ള ബലവാനായ ഒരാളാണ്. അപ്പൊ അയാള് പറയാണ്, നിന്റെ കയ്യും കാലും ഞാൻ വെട്ടിമുറിക്കും നീ ഈ അഗ്രിമെന്റിൽ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ, നീ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഇനി നോക്കാം നമുക്ക് മറ്റ് ഒരു ഏരിയയാണ് ടൈപ്സ് ഓഫ് കോൺട്രാക്ട് എന്നുള്ളത്. കോൺട്രാക്ട് പല വിധത്തിലുണ്ട്. അതിൽ ഒന്നാണ് വാലിഡ് കോൺട്രാക്ട്. വാലിഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ all the required elements are covered and which is enforceable by law. നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അതുപോലെ കോൺട്രാക്ടിന് ആവശ്യമായ എല്ലാ എലമെന്റ്സും ഒക്കെ അതിലുണ്ടെങ്കിൽ ദാറ്റ് കോൺട്രാക്ട് ഈസ് വാലിഡ്. ഒരു സാധാരണ കോൺട്രാക്ട്, നടപ്പിലാവുന്ന കോൺട്രാക്ട്, അതിനെയാണ് നമ്മൾ വാലിഡ്
കോൺട്രാക്ട് എന്ന് പറയും. രണ്ടാമത്തതാണ് വോയിഡ് കോൺട്രാക്ട്, ബാത്തിൽ എന്നുള്ളത്. ബാത്തിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും വോയിഡ് എന്നുള്ളതിന്റെ അറബിക് ടേം ആണ്. നമ്മൾ സാധാരണ ബാത്തിലാവുക എന്ന് പറയും, ചെയ്തതിന് പ്രസക്തി ഇല്ലാതാവുന്നതിനെയാണ് നമ്മൾ ബാത്തിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വോയിഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ആ കോൺട്രാക്റ്റിന് വില ഇല്ലാണ്ടാവുക, ആ കോൺട്രാക്റ്റിന് പ്രസക്തി ഇല്ല എന്നർത്ഥം. സോ വോയിഡ് കോൺട്രാക്ട് ഈസ് നോട്ട് കൺസിഡർഡ് ആസ് എ കോൺട്രാക്ട് ആൻഡ് ഹാസ് നോ ഇഫക്റ്റ് ഇൻ എ കോർട്ട് ഓഫ് ലോ ആൻഡ് കനോട്ട് ബി എൻഫോഴ്സ്ഡ് ഇൻ എ കോർട്ട് ഓഫ് ലോ. അതിനെയാണ് നമ്മൾ വോയിഡ് കോൺട്രാക്ട് എന്ന് പറയാം. അപ്പോ വോയിഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ നിയമത്തിന്റെ മുമ്പിൽ കോടതിയിൽ അതിന് യാതൊരു വിലയില്ല, അല്ലെങ്കിൽ നിയമം അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെയുള്ള കോൺട്രാക്ടിനെയാണ് വോയിഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ദെൻ മറ്റൊന്നാണ് വോയിഡബിൾ കോൺട്രാക്ട് അഥവാ ഫാസിദ്. വോയിഡബിൾ എന്നുള്ളതിന്റെ അറബിക് വേർഡാണ് ഫാസിദ്. ഫാസിദ് വോയിഡബിൾ കോൺട്രാക്ട്. അപ്പൊ വോയിഡബിൾ കോൺട്രാക്ട്, വോയിഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ പ്രസക്തി ഇല്ലാണ്ടായിപ്പോയത്. എന്നാൽ വോയിഡബിൾ എന്ന് പറഞ്ഞാൽ പ്രസക്തി ഇല്ലാതെയാവാൻ സാധ്യതയുള്ളത്. ചിലപ്പോ നടക്കും, ചിലപ്പോ നടക്കാൻ സാധ്യതയില്ല, അങ്ങനെയുള്ള ഒരു കോൺട്രാക്ട്. ഇപ്പൊ ഒരു ഉദാഹരണം ഇപ്പൊ ഇതില് ലാസ്റ്റ് പറയുന്നുണ്ട്, എ കോൺട്രാക്ട് എൻറ്റേർഡ് ഇൻ ടു വിത്ത് എ മൈനർ കുഡ് ബി വോയിഡബിൾ. നമ്മൾ നേരത്തെ പറഞ്ഞു 18 വയസ്സ് തികയാത്ത ഒരാളുമായിട്ട് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് നടക്കാനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ വാലിഡ് ആവാനും സാധ്യത. അയാൾ എല്ലാ കാര്യങ്ങളും നമുക്ക് തരികയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് വാലിഡ് ആയി. ചിലപ്പോഴോ അത് വോയിഡ് ആവാനും സാധ്യത, അയാളുടെ കാര്യങ്ങളും ചെയ്തില്ല, നമുക്ക് കേസ് കൊടുക്കാനും പറ്റില്ല, ബിക്കോസ് ഹി ഈസ് എ മൈനർ. ആ സമയത്ത് അതെന്തായി? അപ്പോ അങ്ങനെയുള്ള കോൺട്രാക്റ്റിനെയാണ് വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ദെൻ നാലാമത്തെ അപ്പൊ നമ്മൾ 3 കോൺട്രാക്ട് പറഞ്ഞു: വാലിഡ് കോൺട്രാക്ട്, വോയിഡ് കോൺട്രാക്ട്, വോയിഡബിൾ കോൺട്രാക്ട്, ആൻഡ് ഫോർത്ത് വൺ അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്. അൺഎൻഫോഴ്സിബിൾ, ഒരിക്കലും നമുക്ക് നടപ്പിലാക്കാൻ കഴിയാത്ത കോൺട്രാക്റ്റിനെയാണ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട് എന്ന് പറയുന്നത്. which cannot be enforced in a court of law. എന്നാൽ നേരത്തെ നമ്മളൊരു കോൺട്രാക്ട് വോയിഡ് കോൺട്രാക്ട്. വോയിഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ നിയമത്തിന്റെ മുമ്പിൽ അതിന് യാതൊരു ഇഫക്റ്റും ഇല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ കോടതിക്ക് മുമ്പിൽ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള സംഗതികളെയാണ് നമ്മൾ വോയിഡ് കോൺട്രാക്ട് എന്ന് പറയുക. സോ വോയിഡ് കോൺട്രാക്ട് പറഞ്ഞാൽ ഇപ്പൊ ഏതെങ്കിലും ഒരു എലമെന്റ് ഇല്ലാണ്ടാവുക. ഇപ്പൊ കൺസിഡറേഷൻ ഇല്ല. ഓക്കെ, ഒരാൾ ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞപ്പോ നമ്മള് 50,000 രൂപക്ക് വെഹിക്കിൾ കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ വെഹിക്കിൾ നമ്മുടെ അടുത്തുണ്ട്, പക്ഷെ 50,000 രൂപ അയാളെ കയ്യിലില്ല. അപ്പൊ ആ കോൺട്രാക്ടിന് പിന്നെ പ്രസക്തി ഇല്ലല്ലോ. അങ്ങനെയുള്ളതിനാണ് വോയിഡ് കോൺട്രാക്ട് എന്ന് പറയാ. എന്നാൽ അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ദി ടേംസ് ഓഫ് കോൺട്രാക്ട് ആർ നോട്ട് ക്ലിയർ, അൺക്ലിയർ. ഇഫ് വൺ പാർട്ടി ഹാസ് വോയിഡബിൾ കോൺട്രാക്ട് ഓർ ഇഫ് ദ statute of limitations has expired. അങ്ങനെയൊക്കെ ഉള്ളതിനെയാണ് നമ്മൾ ഒരിക്കലും നമുക്ക് നടപ്പിലാക്കാൻ പറ്റില്ല, ആദ്യം നമുക്ക് കഴിയില്ല, അങ്ങനെയുള്ളതിനെയാണ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇനി അവസാന ഏരിയയിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. 5 മെയിൻ കോൺട്രാക്ട് ഇൻ ഇസ്ലാമിക് ഫിനാൻസ്. ഇസ്ലാമിക് ഫിനാൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5 കോൺട്രാക്റ്റുകൾ. അതിൽ ഒന്നാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് അഥവാ മുദാറബ കോൺട്രാക്ട്. ഇറ്റ്സ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ 2 parties. One provides the capital and the other provides the labor to form a partnership. Share the profits by certain agreed proportion. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ അറബിക് ടേം ഒക്കെ ഓർത്തു വെക്കണം. മുദാറബ എന്നാണ് അതിന് പറയുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് ആണ് അവിടെ നടക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നത് ഞാനും നിങ്ങളും തമ്മിൽ ഉള്ള എഗ്രിമെന്റ് ആണ്, ഒരു കോൺട്രാക്ട്. അവിടെ ഞാൻ പറയാണ്, ഞാൻ 5 ലക്ഷം രൂപ മുടക്കാൻ തയ്യാറാണ്. നിങ്ങൾ ആ ബിസിനസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പണമൊന്നും കൊണ്ടുവരുന്നില്ല, നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്നാണ് ആ ബിസിനസ് നടത്തുക എന്നുള്ളതാണ്. എന്നാൽ ഞാൻ അതിനാവശ്യമായ പണം തരിക എന്നുള്ളത്.
നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പണമില്ല, പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ എഫേർട്ടാണ് ഉള്ളത്. എന്റെ ഭാഗത്ത് നിന്ന് എഫേർട്ട് ഇല്ല, പക്ഷെ എന്റെ ഭാഗത്ത് നിന്ന് പണമാണ് ഉള്ളത്. അപ്പൊ ഈ രണ്ട് ആളുകളും ചേർന്ന് ഒരു കോൺട്രാക്ട്, എന്നിട്ട് നമ്മൾ ഈ ബിസിനസിന്റെ ലാഭം നമ്മൾ ഷെയർ ചെയ്യാം. അങ്ങനെയുള്ളതിനെയാണ് മുദാറബ അഥവാ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് എന്ന് പറയുക. ദെൻ രണ്ടാമത്തെ ഒന്നാണ് മുഷാറക്ക അഥവാ ജോയിന്റ് വെഞ്ചർ. ഇവിടെ നമ്മൾ സാധാരണ പാർട്ട്ണർഷിപ്പ്, രണ്ടാളും ക്യാപിറ്റൽ കൊണ്ടുവരിക, രണ്ടാളും വർക്ക് ചെയ്യുക, എന്നിട്ട് ഒരു അഗ്രീഡ് റേഷ്യോയിൽ നമ്മൾ പ്രോഫിറ്റ് ഷെയർ ചെയ്യുക, സാധാരണ പാർട്ട്ണർഷിപ്പ്. മൂന്നാമത്തെ ഒന്നാണ് മുറാബഹ. ആദ്യം പറഞ്ഞത് മുദാറബ, പിന്നെ മുഷാറക്ക, ഇപ്പൊ മുറാബഹ അഥവാ കോസ്റ്റ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സെയിൽ ഓഫ് ഗുഡ് ഓർ പ്രോപ്പർട്ടി വിത്തിൻ അഗ്രീഡ് പ്രോഫിറ്റ് അഗെയിൻസ്റ്റ് എ ഡെഫേർഡ് ഓർ ലംസം പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ മുറാബഹ കോൺട്രാക്റ്റിൽ രണ്ട് കോൺട്രാക്ട് ഉണ്ടാവും. ഫസ്റ്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങളൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു മെഷീനറി വേണം. എൻ്റെ കയ്യിൽ ആ മെഷീനറി ഉണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ആ മെഷീനറിക്ക് വേണ്ട പണം ആവശ്യത്തിന് ഇല്ല. അപ്പൊ നിങ്ങളൊരു ബാങ്കിനെ സമീപിക്കുന്നു. അപ്പൊ ആ ബാങ്ക് നിങ്ങൾക്ക് പണം തരാൻ തയ്യാറാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ പണം നേരിട്ട് വാങ്ങുന്നതിന് പകരം ഞാനും ബാങ്കുമായി, ഞാൻ മെഷീനറിയുടെ സപ്ലയറാണ്, അപ്പൊ ഞാനും ബാങ്കുമായിട്ട് ഒരു അഗ്രിമെന്റ്, ഓക്കെ, ഒരു കോൺട്രാക്ട്. അതുപോലെ ബാങ്കും നിങ്ങളുമായിട്ട് ഒരു കോൺട്രാക്ട്. അപ്പൊ ബാങ്ക് എന്ത് ചെയ്യുന്നു? എൻ്റെ അടുത്ത് നിന്ന് ആ മെഷീൻ വാങ്ങുന്നു, എന്നിട്ട് അത് നിങ്ങൾക്ക് നൽകുന്നു. ഓക്കെ, അപ്പൊ ബാങ്ക് ആ മെഷീൻ വാങ്ങിയിട്ടാണ് നിങ്ങൾക്ക് നൽകുന്നത്, ക്ലയന്റിന് അത് നൽകുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ അത് എന്ത് ചെയ്യണം? ഒരു പേയ്മെന്റ്, ഡെഫേർഡ് പേയ്മെന്റ് നിങ്ങൾ ഓരോ തവണകളായി നിങ്ങൾ അടച്ചു കൊടുക്കുക. അങ്ങനെയുള്ളതിനെയാണ് മുറാബഹ എന്ന് പറയുന്നത്. അപ്പൊ മുറാബഹ കോൺട്രാക്റ്റിൽ രണ്ട് കോൺട്രാക്ട് വരും എന്നർത്ഥം. ഓക്കെ, ബാങ്ക് പോലുള്ള ഒരാൾ അവിടെ ഇന്റർമീഡിയറി ഉണ്ടാവും. ദെൻ മറ്റൊന്നാണ് ലീസിങ് അഥവാ ഇജാറ. ഇജാറ എന്ന് പറഞ്ഞാൽ ലീസിങ്, അത് നമ്മൾ ഈ പാട്ടം എന്ന് പറയില്ലേ, പാട്ടത്തിന് കൊടുക്കുക എന്ന് പറയും. അപ്പൊ അവിടെ രണ്ട് ആളുകൾ ഉണ്ടാവും, ലെസർ ആൻഡ് ലെസി. Two parties are there, lesser and lessee. Lesser is the person, he is the owner of the property, and lessee is the person who is the user of the property. Then the lesser want to pay certain amount as consideration. Lessee want to pay certain amount of consideration to the lesser for the use of property. ഓക്കെ, എന്നിട്ട് അത് എത്ര വർഷത്തേക്കാന്ന് വെച്ചാൽ അത്രയും വർഷം കഴിഞ്ഞാൽ അത് അയാൾ തിരിച്ച് ലെസർക്ക് തന്നെ പ്രോപ്പർട്ടി റിട്ടേൺ ചെയ്യണം. ദെൻ മറ്റൊന്നാണ് സലാം. സലം എന്ന് പറഞ്ഞാൽ ഫുൾ പേയ്മെന്റ് ഫോർ എ ഗുഡ് ഈസ് പെയ്ഡ് ഇൻ അഡ്വാൻസ്. നമ്മൾ ആദ്യം തന്നെ പണം കൊടുക്കുക, എന്നിട്ട് എന്നാണോ നമുക്കത് തിരിച്ചു തരാൻ പറ്റുന്നത് അന്ന് അവരിപ്പോ നമ്മൾ വാഹനത്തിനൊക്കെ കൊടുക്കുമല്ലോ, അഡ്വാൻസ് ആയിട്ട് നമ്മൾ പണം കൊടുക്കും, എന്നിട്ട് അതിനുശേഷം എന്നാ അവരെത്തുന്നത് വെച്ചാൽ ആ സമയത്ത് വാഹനം നമുക്ക് എത്തിച്ചു തരിക. അങ്ങനെയൊക്കെ ഉള്ളതിനെയാണ് നമ്മൾ സലം എന്ന് പറയും. ഓക്കെ, സോ ഇറ്റ്സ് എ കോൺട്രാക്ട് വേർ ഫുൾ പേയ്മെന്റ്. അപ്പോൾ പാർട്ട് ഓഫ് പേയ്മെന്റ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഫുൾ പേയ്മെന്റ് ഫോർ എ ഗുഡ് ഈസ് പെയ്ഡ് ഇൻ അഡ്വാൻസ്, ബട്ട് ദ ഡെലിവറി ഓഫ് ഗുഡ് ഈസ് മെയ്ഡ് അറ്റ് ആൻ അഗ്രീഡ് ഫ്യൂച്ചർ ഡേറ്റ്. ദെൻ നമ്മൾ ലാസ്റ്റ് ഏരിയയാണ് ഒന്ന് കമ്മ്യൂട്ടേറ്റീവ് കോൺട്രാക്ട്. കമ്മ്യൂട്ടേറ്റീവ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും കോമ്പൻസേറ്ററി കോൺട്രാക്ട് ആണ്. വൺ പാർട്ടി റിസീവ് റെമ്യൂണറേഷൻ ഇൻ റിട്ടേൺ ഫോർ വാട്ട് ഹി പ്രസൻസ് ദി അതർ വിത്ത്. അപ്പൊ നമ്മൾ സാധാരണ കേസിൽ നടക്കുന്ന കോൺട്രാക്റ്റുകൾ മിക്കതും എന്താണ്? ഈ കമ്മ്യൂട്ടേറ്റീവ് കോൺട്രാക്റ്റുകളാണ്. കൺസിഡറേഷൻ ഓർ കൗണ്ടർ വാല്യൂ ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ ടു കോൺട്രാക്റ്റിംഗ് പാർട്ടീസ്. മറ്റൊന്നാണ് നോൺ കമ്മ്യൂട്ടേറ്റീവ് കോൺട്രാക്ട് എന്നുള്ളത്. നോൺ കമ്മ്യൂട്ടേറ്റീവ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ നോൺ കോമ്പൻസേറ്ററി കോൺട്രാക്ട് എന്നാണ്. ഇവിടെ ശരിക്കും എന്തില്ല, ഒരാളുടെ ഭാഗത്ത് നിന്ന് കൺസിഡറേഷൻ മറ്റേ പാർട്ടിക്ക് കൊടുക്കും, പക്ഷെ ആ പാർട്ടിയുടെ അടുത്ത് തിരിച്ച് ഇങ്ങോട്ട് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ ഒരു പാർട്ടിയുടെ അടുത്ത് മാത്രമേ കൺസിഡറേഷൻ
പോകുന്നുള്ളൂ. നേരെ മറിച്ച് കമ്മ്യൂട്ടേറ്റീവ് കോൺട്രാക്റ്റിൽ രണ്ടാളും സാധാരണ കോൺട്രാക്ട്, നമ്മൾ വെഹിക്കിളിന്റെ കേസ് പറഞ്ഞ പോലെ വെഹിക്കിള് ഒരു സൈഡിലേക്ക് കൊടുക്കും, ആ വെഹിക്കിളിന് ആവശ്യമായ കോമ്പൻസേഷൻ തിരിച്ചും കൊടുക്കും. അങ്ങനെയുള്ളതിനാണ് കമ്മ്യൂട്ടേറ്റീവ്. അപ്പൊ അതിൽ നമുക്ക് സംശയമില്ല, സാധാ കോൺട്രാക്ട്. എന്നാൽ നോൺ കമ്മ്യൂട്ടേറ്റീവില് ഒരാളുടെ ഭാഗത്തുനിന്ന് കൺസിഡറേഷൻ ഉണ്ടാവും, പക്ഷെ മറ്റുള്ള ആളുടെ ഭാഗത്തുനിന്ന് തിരിച്ച് നമുക്ക് കൺസിഡറേഷൻ കിട്ടാത്ത ഒരവസ്ഥ വരും. അതിനെയാണ് നമ്മൾ നോൺ കമ്മ്യൂട്ടേറ്റീവ് കോൺട്രാക്ട് എന്ന് പറയുക. അപ്പോൾ നോക്കാം നമുക്ക് ഏതൊക്കെ തരത്തിലാണ് നോൺ കമ്മ്യൂട്ടേറ്റീവ് കോൺട്രാക്ട് ഉള്ളത് നോക്കാം. അതിൽ ഒന്ന് വഖഫ് അഥവാ എൻഡോവ്മെന്റ്. എൻഡോവ്മെന്റ് എന്നുള്ളതിന്റെ അറബിക് വേർഡാണ് ശരിക്കും വഖഫ് എന്നുള്ളത്. വഖഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇറ്റ്സ് എ പെർമനന്റ് ഡെഡിക്കേഷൻ ഓഫ് പ്രോപ്പർട്ടി ബൈ എ പേഴ്സൺ പ്രൊഫസിംഗ് മുസ്ലിം ഫെയ്ത്ത് and of sound mind and for the purpose recognized by Sharia as permissible. അപ്പൊ ഇത് മുസ്ലിംസിന് മാത്രമല്ല, ആർക്കും അത് ചെയ്യാൻ പറ്റും. നമ്മുടെ പേരിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഉടമസ്ഥതയിലുള്ള ഒരു പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടി നമ്മൾ എന്താ പറയുക മറ്റൊരാൾക്ക് അല്ലെങ്കിൽ ശരിയ നിയമപ്രകാരം നമ്മൾ ഇപ്പൊ ഈ ആരാധനകൾക്കൊക്കെ വേണ്ടിയിട്ട്, ഇപ്പോ ആരാധനാലയങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്ഥലം വിട്ടുകൊടുക്കുക, സ്ഥലം കൊടുക്കുക, അതിന് നമ്മൾ പൈസ ഒന്നും വാങ്ങുന്നില്ല. ഇപ്പൊ എൻ്റെ പേരിലുള്ള ഒരു സ്ഥലം, ഒരു 10 സെന്റ് സ്ഥലം ഞാനൊരു മുസ്ലിം പള്ളി മസ്ജിദ് നിർമ്മിക്കാൻ വേണ്ടി ഞാൻ വെറുതെ കൊടുക്കുകയാണ്. അപ്പൊ എൻ്റെ ഭാഗത്ത് കൺസിഡറേഷൻ, പക്ഷെ എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് ഇവിടുന്ന് കൺസിഡറേഷൻ ഒന്നും കിട്ടുന്നില്ല, വാങ്ങുന്ന ആളിരുന്ന് എനിക്ക് കൺസിഡറേഷൻ കിട്ടുന്നില്ല. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ വഖഫ് എന്ന് പറയുന്നത്. മറ്റൊന്ന് കഫാല. കഫാല എന്ന് പറഞ്ഞാൽ അത് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ആണ്, വിച്ച് ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് അഷ്വറൻസ് ആസ് ടു പെർഫോമൻസ് ഓർ ലിയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എൻ ഇൻസ്ട്രുമെന്റൽ ടു ടെർമിനേറ്റ് എനി അഡ്വേഴ്സ് ചേഞ്ച് ദാറ്റ് മേ ലീഡ് ടു അൺസർട്ടൻ ഓർ unpredictable outcome with respect to the object or underlying of a transaction. അപ്പൊ കഫാല എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഈ അറബിക് ടേമിൽ നമ്മൾ എന്താ പറയാ അറബ് കൺട്രീസിലൊക്കെ പോകുന്ന സമയം നമ്മൾ കഫീല് എന്ന് പറയും അല്ലെ. നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ഒരാളാണ് കഫീൽ. നമുക്ക് വേണ്ടിയിട്ട് ഹാജരാകുന്ന നമ്മുടെ ലാബിലിറ്റിക്കൊക്കെ അയാളാണ് ഉത്തരവാദി. അങ്ങനെയുള്ള പ്രവർത്തനത്തിനെയാണ് നമ്മൾ കഫാല എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ഹവാല, അസൈൻമെന്റ് ഓഫ് ഡെപ്റ്റ്. നമ്മൾ ഹവാല പണം എന്നൊക്കെ പറയുമല്ലോ. ഇപ്പോ ഒരാള് കൊടുക്കേണ്ട പണം അയാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുക, അതിനെയാണ് ഹവാല എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ഓഫ് ഡെപ്റ്റ് ഫ്രം വൺ പാർട്ടി ടു അനദർ ടു ദി ബെനിഫിറ്റ് ആൻഡ് ഓർഡർ ഓഫ് ദി ക്രെഡിറ്റർ. ഒരാൾക്ക് വേണ്ടിയിട്ട് മറ്റൊരാൾ കൊടുക്കുക. ഇപ്പോ ഞാൻ നിങ്ങൾക്ക് പണം തരാനുണ്ട്, പക്ഷെ എനിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, വേറൊരാള് നിങ്ങൾക്ക് പണം തരും. ഓക്കെ, ഞാൻ ഇനി അത് ഇയാൾക്ക് കൊടുത്തു. അങ്ങനെയുള്ളതിനെയാണ് ഹവാല എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ഹിബ അഥവാ ഗിഫ്റ്റ്. ഗിഫ്റ്റ് എന്നുള്ളതിന്റെ അറബിക് വേർഡാണ് ഹിബ എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇവിടെ ട്രാൻസ്ഫർ ഓഫ് ആൻ അസെറ്റ് ബൈ വൺ പാർട്ടി ടു അനദർ വിത്തൗട്ട് കോമ്പൻസേഷൻ. ഇപ്പൊ എൻ്റെ പിതാവിന്റെ പേരിലുള്ള സ്വത്ത് എനിക്ക് കിട്ടുന്നത് ഗിഫ്റ്റാണ്. ഓക്കെ, ഞാൻ അതിന് തിരിച്ച് കോമ്പൻസേഷൻ ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ മറ്റൊന്നാണ് അമാന കോൺട്രാക്ട്. അമാന കോൺട്രാക്ട് അല്ലെങ്കിൽ നോമിനേറ്റ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ there should also have two parties. ഇപ്പൊ ഇവിടെ ഒരു ഉദാഹരണ സഹിതം നമുക്ക് പറയാം. ഒരാൾ ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സെല്ലർ ഈസ് എത്തിക്കലി ആൻഡ് കോൺട്രാക്ച്വലി ഒബ്ലിജ്ഡ് ടു ഇല്ലസ്ട്രേറ്റ് ടു ദി പൊട്ടൻഷ്യൽ ബയർ. ആ പ്രോഡക്റ്റിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും, അതിൻ്റെ ഗുണവും ദോഷവും, അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവ്സും എല്ലാം പറഞ്ഞിട്ടാവണം നമ്മൾ ഇത് സെയിൽ ചെയ്യേണ്ടത്. അങ്ങനെയുള്ളതിനാണ് നമ്മൾ അമാന കോൺട്രാക്ട് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് അഖ്ദ് ലാസിം എന്ന് പറയുന്നത്. ഇവിടെ കോൺട്രാക്ട് വാലിഡ് ആവണം എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ബൈൻഡിങ് ഓൺ ബോത്ത് പാർട്ടീസ്. രണ്ടാളും അത് അംഗീകരിക്കണം. ഇതാണ് സാധാരണ കോൺട്രാക്ട് തന്നെയാണ് എന്ന് പറഞ്ഞാൽ യൂണിലാറ്ററൽ അല്ല എന്നർത്ഥം. ബൈലാറ്ററൽ കോൺട്രാക്ട് ആണ് അഖ്ദ് ലാസിം എന്ന് പറയുന്നത്. അതുപോലെ അഖ്ദ് ഗൈർ ലാസിം എന്ന് പറഞ്ഞൊരു കോൺട്രാക്ട് ഉണ്ട്. ഇവിടെ പറയുന്നത് നോൺ ബൈൻഡിങ് ആണ് എന്ന് പറഞ്ഞാൽ
നമ്മൾ നേരത്തെ പറഞ്ഞ യൂണിലാറ്ററൽ കോൺട്രാക്ട്. ഒരാൾക്ക് നടപ്പിലാക്കാനും അയാൾക്ക് തന്നെ ക്യാൻസൽ ചെയ്യാനും പറ്റുന്ന കോൺട്രാക്റ്റിനെയാണ് അഖ്ദ് ഗൈറു ലാസിം എന്ന് പറയും. അപ്പൊ ബൈലാറ്ററൽ കോൺട്രാക്ട് ആണെങ്കിൽ അവിടെ നമ്മൾ അഖ്ദ് ലാസിം എന്ന് പറയും. അതുപോലെ യൂണിലാറ്ററൽ കോൺട്രാക്ട് ആണെങ്കിൽ അഖ്ദ് ഗൈറു ലാസിം എന്നും പറയും. ഓക്കെ, സോ ദിസ് ഇസ് ദ ഏരിയ ഓഫ് commercial law, Islamic commercial law. Third module is